ദിവസം ഇന്ത്യൻ വനിതാ പുലികൾ നമ്മുടെ ICC ഏകദിന ലോകകപ്പിൽ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. ഓസ്ട്രേലിയയെ പോലൊരു വമ്പൻ പോരാട്ടം, വലിയ ടീമിനെതിരെ 338 റൺസ് ചേസ് ഡൗൺ ചെയ്യുമെന്ന് നമ്മളാരും സ്വപ്നം പോലും കരുതിയിട്ടുണ്ടാവില്ല. ഹർമൻപ്രീത് കൗറും ജെമിമ റോഡ്രിഗസും ചേർന്ന് നടത്തിയ ആ പോരാട്ടം 341 ഇന്ത്യൻ ടീമിനെ കൊണ്ടെത്തിച്ചത്. അതും ആവേശകരമായ വിജയ പോരാട്ടം. കഴിഞ്ഞ വർഷങ്ങളിൽ ടീമിൽ നിന്നും ഡ്രോപ്പ് ഡൗൺ ചെയ്ത ജെമിമ റോഡ്രിഗസ് ഇത്തവണ വന്നത് സെഞ്ചുറിയുമായിട്ടാണ്. പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ കരഞ്ഞുകൊണ്ടാണ് ജെമിമ തൻ്റെ ആഹ്ലാദം പങ്കുവെക്കുകയും ചെയ്തത്. ഇനി മുന്നിലുള്ളത് ഞായറാഴ്ചയാണ്, മുന്നിലുള്ളത് ദക്ഷിണാഫ്രിക്കയാണ്, മുന്നിലുള്ളത് ഏകദിന ഫൈനലാണ്. ഇനി വനിതാ പെൺപുലികൾ അത്രമാത്രം കോൺഫിഡൻസോടും മൊമെൻറ്റുമോടുകൂടി ഞായറാഴ്ച ഇറങ്ങുമ്പോഴേക്കും ആ കപ്പ് കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുള്ള വലിയ ആത്മവിശ്വാസമാണ് 140 കോടി ഇന്ത്യൻ ജനതയ്ക്കും. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അതുതന്നെയാണ്. വീരോചിതമായ പോരാട്ടം, വിപ്ലവകരമായ പോരാട്ടം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതും നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു റെക്കോർഡ് റൺ ചേസ്. ഇന്ത്യൻ വനിതകൾ ഇതുവരെ നേടിയതിൽ ഏറ്റവും വലിയ റൺ ചേസ് തന്നെയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടാവുകയും ചെയ്തത്. അതുതന്നെയായിരിക്കാം നമുക്ക് സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ വാർത്ത കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടാവുകയും ചെയ്തത്. മറ്റു വാർത്തകളും ഉണ്ട്. നമുക്ക് ആദ്യം തലക്കെട്ടുകളിലേക്ക് പോകാം. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച മൊഴി പരിശോധിച്ച സൈറ്റി ഇടക്കാല റിപ്പോർട്ട് ഉടൻ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഓസ്ട്രേലിയയെ അട്ടിമറിച്ച് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഫൈനലിൽ 339 റൺസ് മറികടന്നത് 5 വിക്കറ്റ് ശേഷിക്കെ 127 റൺസുമായി പുറത്താകാതെ നിന്ന ജെമിമ റോഡ്രിഗസ് കളിയിലെ താരം. ഞായറാഴ്ചത്തെ ഫൈനലിൽ ദക്ഷിണാഫ്രിക്ക എതിരാളി. സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട കോഴിക്കോട്ടെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ പ്ലാന്റ് ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിപ്പിക്കും. ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ഉപാധികളോടെ പ്രവർത്തിക്കാൻ ഫാക്ടറിക്ക് മുന്നിൽ സമരം ചെയ്യുമെന്ന് സമരസമിതി. ഓണറേറിയം വർധനയിൽ ആഹ്ലാദ പ്രകടനം നടത്താൻ CITU അനുകൂലാശമാർ. പ്രകടനം രാവിലെ 10 മണിക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. പുതിയ സമരരീതി പ്രഖ്യാപിക്കുമെന്ന് സമരം ചെയ്യുന്ന ആശമാർ. വീടുകൾ കയറി ക്യാമ്പയിൻ നടത്താനും തീരുമാനം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള NDAയുടെ പ്രകടന പത്രിക ഇന്ന്. സ്ത്രീ ശാക്തീകരണത്തിലും വിദ്യാഭ്യാസത്തിലും ഊന്നിയുള്ള വാഗ്ദാനങ്ങൾക്ക് സാധ്യത. മുഗാമയിൽ JDU ജൻസുരാജ് പ്രവർത്തകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു മരണം. ഡൽഹി കലാപക്കേസിൽ ഉമർ ഖാലിദ് അടക്കമുള്ളവർക്ക് ഇന്ന് നിർണായകം. 4 പേരുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കും. ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസിന്റെ സത്യവാങ്മൂലം. കലാപത്തിനായി ഗൂഢാലോചന നടത്തിയതിന് തെളിവുണ്ടെന്ന് ഡൽഹി പോലീസ്. ഗാസയിലെ വിവിധ ഇടങ്ങളിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം. ഖാൻ യൂനിസിൽ 10 തവണ വ്യോമാക്രമണം. മൃതദേഹ കൈമാറ്റം പുനരാരംഭിച്ച ഹമാസ്. സ്ഥിതിഗതികൾ വിലയിരുത്തി ഖത്തറും അമേരിക്കയും. ആദ്യം തന്നെ നമ്മൾ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ഗാസയിലേക്ക് തന്നെയാണ് പോകുന്നത്. വെടിനിർത്തൽ കരാർ പാലിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇസ്രായേൽ ഗാസയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വീണ്ടും ആക്രമണം നടത്തി. ദക്ഷിണ ഗാസയിലെ ഖാൻ യൂനിസിൽ 10 തവണ വ്യോമാക്രമണം ഉണ്ടായി. അതിനിടെ ഗാസയിൽ ബന്ദികളുടെ മൃതദേഹ കൈമാറ്റം പുനരാരംഭിച്ചു. 2 മൃതദേഹങ്ങൾ ഹമാസ് കൈമാറി. ഗാസയിലെ സ്ഥിതി ഖത്തറും അമേരിക്കയും വിലയിരുത്തിയിട്ട് ഉണ്ട്. MG മിഥുൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. മിഥുൻ, വീണ്ടും ഇങ്ങനൊരു ആക്രമണം, എന്താണ് കാരണം? കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള ലംഘനം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്നായിരുന്നു അറിയിച്ചതെങ്കിൽ അതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും ആക്രമണം കടുപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നേരത്തെ ഈ ബന്ദി കൈമാറ്റവും ഒപ്പം തന്നെ അതിൽ ഈ മൃതദേഹങ്ങൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് അത് തടസ്സപ്പെട്ടിരുന്നു. ഹമാസ് അത് അത്തരത്തിൽ കൈമാറാൻ തയ്യാറല്ല എന്ന് നിരന്തരം പറയുകയും ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം ഈ ആക്രമണത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഏകദേശം 110ഓളം പേർ ഗാസയിൽ മരിച്ചു വീഴുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഈ കരാറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ കരാറിൽ ഈ 2 വിഭാഗങ്ങളും, അതായത് ഇസ്രായേലും ഹമാസും ഒപ്പുവെച്ചതിന് ശേഷം ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ച ഒരു ദിവസം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം. അതിന് പിന്നാലെ ഇത്തരത്തിൽ ഇനിയൊരു ലംഘനം കരാറുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ഈ ഒരു മൃതദേഹങ്ങളുടെ കൈമാറ്റം ഹമാസ് നടത്തിയത്. 2 മൃതദേഹങ്ങളാണ് കൈമാറുകയും ചെയ്തത്. ഒപ്പം തന്നെ അതിൽ ഇസ്രായേൽ പറയുന്ന ചില കാര്യങ്ങൾ, അതായത് മുൻപ് തങ്ങൾക്ക് കൈമാറിയ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ
മാത്രമാണ്, അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഇനിയും 9ഓളം മൃതദേഹങ്ങൾ ലഭിക്കാനുണ്ട്. അവ ഉടൻ കൈമാറണമെന്നുള്ള ആവശ്യം ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായി ഇന്നലെ രാത്രി വീണ്ടും ആക്രമണം ഉണ്ടാകുന്നു. വ്യോമാക്രമണം ഇത്തരത്തിൽ തെക്കൻ ഗാസയെ കേന്ദ്രീകരിച്ചായിരുന്നു നടന്നത്. ആ വ്യോമാക്രമണത്തിൽ 10 ഇടങ്ങളിലായിരുന്നു ആക്രമണം നടത്തുകയും ചെയ്തത്. പക്ഷേ ഇതുവരെ അത് സംബന്ധിച്ചുള്ള ഒരു കണക്ക് അല്ലെങ്കിൽ എത്രത്തോളം പേർ കൊല്ലപ്പെട്ടു, എത്രത്തോളം പേർക്ക് പരിക്കേറ്റു എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത ഇനിയും വരാനുണ്ട് എന്നുള്ളതാണ്. എന്തായാലും സ്ഥിതിഗതികൾ ഖത്തറും അമേരിക്കയും നിരീക്ഷിക്കുന്നുണ്ട്. അമേരിക്ക ഇത്തരത്തിൽ ഖത്തർ പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംഭാഷണം നടത്തുകയും ഒപ്പം തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടണം, ഒപ്പം തന്നെ നിലവിലെ സാഹചര്യം വിലയിരുത്തിയതിനു ശേഷം ഇരു നേതാക്കളുമായി, ഇരു പ്രതിനിധി സംഘവുമായി കൂടിയാലോചനകൾ നടത്തി ഉടൻ തന്നെ ഒരു സമാധാനത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന പദ്ധതികൾ അത് അംഗീകരിച്ചുകൊണ്ടായിരുന്നു ഇവരൊക്കെ പിന്നീട് ഒരു സമാധാനത്തിലേക്ക്, ഗാസ 2 വർഷത്തിന് ശേഷം ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ അത് കുറച്ച് മണിക്കൂറുകൾ മാത്രമായിരുന്നു നമുക്ക് ആ സമാധാനം കാണാൻ സാധിക്കുകയും ചെയ്തു. പിന്നീട് പലയിടങ്ങളിലായി, പല പ്രദേശങ്ങളിലായി ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണം അല്ല എങ്കിൽ പോലും തന്നെ ഹമാസ് പിന്തിരിയുന്നവരെ അല്ലെങ്കിൽ ഹമാസിന്റെ ആയുധ നിരായുകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അത് 2ാം ഘട്ടത്തിൽ നടക്കാനിരിക്കെ കൂടിയായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ആദ്യഘട്ടം പൂർത്തീകരിച്ചതിന് ശേഷം ഇപ്പോൾ കുറച്ച് കാലങ്ങളാകുന്നു, ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു, മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ഇതുവരെയും 2ാം ഘട്ടവുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ ചർച്ചകളിലേക്കും കടക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മധ്യസ്ഥ ചർച്ചയ്ക്ക് മുൻകൈയെടുത്ത ഈജിപ്റ്റോ അല്ലെങ്കിൽ ഖത്തറോ അല്ലെങ്കിൽ അമേരിക്കയോ ആകട്ടെ, അവരിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയാത്ത തരത്തിലേക്ക് ഈ 20 ദിന പദ്ധതികൾ ഒരു തരത്തിലും ഈ ഒരു സമാധാനം പുനരാരംഭിക്കാൻ സാധിക്കുന്നില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള സംഭവവികാസങ്ങളാണ് ഗാസയിൽ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഖാൻ യൂണിസിൽ പ്രത്യേകിച്ച് നമുക്കറിയാം, ഇനിയൊരു ആക്രമണം ഉണ്ടാകില്ല എന്ന് കരുതി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് വീണ്ടും തിരികെ ഗാസയിലേക്ക് മടങ്ങിയെത്തിയ, പലായനം ചെയ്തവരിൽ നിരവധി ആളുകൾ ഗാസയിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. പലായനം ചെയ്ത നിരവധി ആളുകൾ ഗാസയിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഇനിയൊരു ആക്രമണം ഉണ്ടാകില്ല ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുമെന്ന് പ്രതീക്ഷ കൊണ്ട് തങ്ങളുടെ ജീവിതങ്ങൾ വീണ്ടും പുനരാരംഭിക്കാമെന്ന ആഗ്രഹത്തോടെ വീണ്ടും തിരിച്ച് തന്നെ നാട്ടിലേക്കും ആ വീട്ടിലേക്കും ഒക്കെ എത്തുന്ന ഒരു സാഹചര്യം, വീടുണ്ടായിരുന്ന സ്ഥലത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം, പുതിയൊരു ജീവിതം വീണ്ടും പണിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട്. അവർക്ക് വീണ്ടും ഒരു കാളരാത്രി നൽകുന്ന ഒരു രീതിയിൽ തന്നെയല്ലേ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ തുടർന്നും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? ഹരി, തീർച്ചയായും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള സംഭവവികാസങ്ങളാണ് ഗാസയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ ഒരു കരാർ ഇത്തരത്തിൽ ഇരു രാജ്യങ്ങളും ഇരു പ്രതിനിധികളും അംഗീകരിച്ചതിന് ശേഷം, അതിൽ ഒപ്പിട്ടതിനു ശേഷം ആഹ്ലാദ പ്രകടനങ്ങളോടുകൂടി കുട്ടികളടക്കമുള്ള ആളുകൾ അവിടേക്ക് ഗാസയിലേക്ക് തിരികെ വരുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തതാണ്. ഇനിയൊരു ആക്രമണം ഉണ്ടാകില്ല എന്നുള്ളൊരു പ്രതീക്ഷയോടു കൂടിയായിരുന്നു അവർ മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിരവധി പേർ പലായനം ചെയ്ത് പോയവരിൽ നിരവധി പേർ വീണ്ടും തിരികെ ഗാസയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ആ വേളയിലാണ് ഇപ്പോഴും ആക്രമണം കൂടുതൽ രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾ എങ്ങോട്ടേക്ക് പോയാലും രക്ഷയില്ല എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. കാരണം ഇവരെ ഈ ഒരു മേഖല പൂർണ്ണമായും ഇസ്രായേൽ സൈന്യം നേരത്തെ വളഞ്ഞതാണ്. അവർക്ക് ഇപ്പോഴും അവിടെ വ്യക്തമായ ആധിപത്യമുണ്ട്. ഒപ്പം തന്നെ ഇനി ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ അമേരിക്ക നിയോഗിച്ച ഫോഴ്സ് ഇത്തരത്തിൽ ഗാസ മുനമ്പിലും ഒപ്പം തന്നെ അതിർത്തി പ്രദേശങ്ങളും ഒക്കെയായി നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെ നിൽക്കുമ്പോൾ പോലും അവരുടെ മുൻപിൽ വെച്ചാണ്, കൺമുന്നിൽ വെച്ചാണ് വീണ്ടും ക്രൂരത ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്ത് മധ്യസ്ഥ ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്? ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പിട്ടതിന് ശേഷം എങ്ങനെ ഇത് ലംഘിച്ച് വീണ്ടും ഇങ്ങനെ ഒരു ആക്രമണം ഇസ്രായേലിന് നടത്താൻ സാധിക്കുന്നു? അതിനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്താണ് ഇസ്രായേൽ ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്യം വെക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ നിരവധിയായി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും 2ാം ഘട്ടം ഉടൻ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ വീണ്ടും കൂടുതൽ വലിയ ആക്രമണങ്ങൾ, വലിയ രീതിയിൽ രക്തച്ചൊരിച്ചുകൾ ഗാസയെ നേരിടാൻ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇസ്രായേൽ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും, അല്ലെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഖത്തറും ഒപ്പം തന്നെ അമേരിക്കയും സസൂക്ഷ്മം ഈ ഒരു സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. അവർ കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്. ഉടൻ തന്നെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് അവർ പറയുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, അതോ ഇതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന രീതിയിലായിരിക്കുമോ ഇസ്രായേലിന്റെ നടപടി എന്നൊക്കെ നമുക്കിനി വരും മണിക്കൂറുകൾ കണ്ടറിയിരിക്കുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഖാൻ യൂണിസിൽ 10 ഇടങ്ങളിലാണ് വ്യോമാക്രമണം ഉണ്ടായത്. അതിനിടെ ബന്ദി കൈമാറ്റം, അതായത് മൃതദേഹങ്ങളുടെ കൈമാറ്റവും ഇതിനോടൊപ്പം തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഹരി.
യെസ്, അത് തന്നെയാണ്. നിരവധി ചോദ്യങ്ങളാണ് നിൽക്കുന്നത്. എന്തിനാണ് പോയിന്റുകൾ ഓരോന്നോരോന്നായി എടുത്തു നോക്കിയാൽ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെ ആക്രമണങ്ങൾ നടത്തുന്നത്? സമാധാന കരാറൊക്കെ പുനഃസ്ഥാപിക്കാമെന്ന രീതിയിൽ വന്നിട്ട് പോലും എന്താണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത് ആക്രമണങ്ങൾക്ക് പിന്നിൽ എന്നുള്ളതാണ്. മധ്യസ്ഥ ചർച്ചകൾക്ക് ഇനി എന്തെങ്കിലും കാരണം ഉണ്ടാകുമോ? ആദ്യഘട്ടമൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം നാളുകൾ പിന്നിട്ടിട്ട് പോലും പിന്നെയും അത് തുടരാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും എന്തിനാണ് ഇത്രയും അധികം ആക്രമണങ്ങൾ സംഭവിക്കുന്നത്? ഖാൻ യൂണിസിൽ മാത്രം 10 വ്യോമാക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയും ചെയ്തത്. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ നിൽക്കുമ്പോൾ എന്താണ് ഇനി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീരുമാനം? മധ്യസ്ഥ ചർച്ചകൾ ഇനി എങ്ങോട്ടാണ്? തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം ലഭിക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ MG മിഥുനാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു. യെസ്, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള NDAയുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, സ്ത്രീ ശാക്തീകരണം എന്നിവയിൽ ഊന്നിയാകും പ്രകടന പത്രിക. അതിനിടെ മുഗാമയിൽ JDU ജൻസുരാജ് പാർട്ടി പ്രവർത്തകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ജൻസുരാജ് പ്രവർത്തകൻ കൊല്ലപ്പെടുകയും ചെയ്തു. രാകേഷ് ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. രാകേഷ്, പ്രധാനമായും NDA മുന്നോട്ട് വയ്ക്കുന്ന 4 കാര്യങ്ങളാണ്: വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, സ്ത്രീ ശാക്തീകരണം. അതിൽ സ്ത്രീ ശാക്തീകരണവും കുട്ടികൾക്കും വേണ്ടി അത് തന്നെയായിരിക്കും NDA ഏറ്റവും കൂടുതൽ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ജോലിപരമായ കാര്യമാണെങ്കിൽ IT മേഖലയിൽ കൂടുതൽ ജോലികൾ ക്രിയേറ്റ് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക എന്നതും കൂടി NDAയുടെ ഒരു പ്രധാന അജണ്ടയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഹരികൃഷ്ണൻ, ബീഹാർ അതിന്റെ പ്രചാരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാരണം ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് 6-ാം തീയതിയാണ്. 6-ാം തീയതി ഈ സമയം ബീഹാറിൽ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ടാകും 121 മണ്ഡലങ്ങളിൽ. അപ്പോൾ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇതിനോടകം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് സർക്കാർ ജോലി ആണ് പ്രധാനമായും ഇന്ത്യ സഖ്യം വാഗ്ദാനം ചെയ്തിരുന്നത്. ഒപ്പം തന്നെ സ്ത്രീകൾക്കായുള്ള പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഒക്കെ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ NDAയുടെ പ്രകടന പത്രിക പുറത്തു വരികയാണ്. സർക്കാർ ജോലി എന്നതിനപ്പുറത്തേക്ക് സ്വകാര്യ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ കണ്ടെത്തുക, അതിന് ഊന്നൽ നൽകിക്കൊണ്ടായിരിക്കും NDAയുടെ പ്രകടന പത്രിക. പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. തൊഴിൽ ഒരു വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ബീഹാറിൽ. മാത്രവുമല്ല, കഴിഞ്ഞ 20 വർഷമായി നിതീഷ് കുമാറാണ് ഭരിക്കുന്നത്. അപ്പോൾ തൊഴിലവസരം വലിയ തോതിൽ ഇന്ത്യ സഖ്യം പ്രചാരണ വിഷയമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സർക്കാർ മേഖലയ്ക്ക് അപ്പുറത്തേക്ക് സ്വകാര്യ മേഖലയിൽ കൂടി കൂടുതൽ IT സെക്ടറുകളിലടക്കം കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കും എന്നാണ് ഇപ്പോൾ NDA ക്യാമ്പ് തന്നെ വ്യക്തമാക്കുന്നത്. ഇന്ന് ഏതായാലും ഔദ്യോഗിക പ്രഖ്യാപനം, പ്രകടന പത്രിക പുറത്തിറങ്ങുമ്പോൾ അക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരും എന്നാണ് ഇപ്പോൾ നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ചെറുകിട ഇടത്തരം മേഖലകളിലും തൊഴിൽ സാധ്യത അതിനുള്ള വഴിയൊരുക്കുമെന്നാണ് ഇപ്പോൾ NDA വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ സ്ത്രീകളെ കയ്യിലെടുക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ബീഹാറിന്റെ ജനവിധി നിർണ്ണയിക്കുന്നതിൽ സ്ത്രീ വോട്ടർമാർക്കാണ് നിർണായക പങ്ക്. നിതീഷ് കുമാറിനെ കാലങ്ങളായി ജയിപ്പിച്ചു കൊണ്ടുവരുന്നതും സ്ത്രീ വോട്ടർമാരാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് അത്തരം പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടായത്. ഏതാണ്ട് സംസ്ഥാനത്ത് 25 ലക്ഷം സ്ത്രീകൾക്ക് 10,000 രൂപ അക്കൗണ്ടിൽ ലഭിക്കുന്ന പദ്ധതി, പ്രത്യേകിച്ച് തൊഴിലിനും തൊഴിൽ സാധ്യത തുറക്കാനുമായി അക്കൗണ്ടിൽ ലഭിക്കുന്ന പദ്ധതിക്ക് തുടക്കമിട്ടത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ്. അപ്പോൾ അത്തരം പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ പ്രകടന പത്രികയിൽ ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും വലിയ പ്രതീക്ഷ ഇപ്പോഴും NDA പങ്കുവെക്കുന്നുണ്ട്. അധികാര തുടർച്ച ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് NDA ക്യാമ്പ് പങ്കുവെക്കുന്നത്. ഹരികൃഷ്ണൻ. രാകേഷ്, അത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രകടന പത്രികയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ തന്നെ ഇപ്പം ഇന്ത്യ സഖ്യം മുന്നോട്ട് വെച്ചേക്കുന്ന പ്രകടന പത്രികയ്ക്ക് എതിർക്കുക, അത് എന്തൊക്കെയായിരിക്കും വാഗ്ദാനങ്ങൾ എന്നത് സംബന്ധിച്ചാണ്. മാത്രമല്ല, നിതീഷ് കുമാറിനെ ജയിപ്പിച്ചു വരുന്നത് വനിതകൾ തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും അവർ മുന്നോട്ട് വരിക തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് അപ്പുറമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു അപകടം. പ്രത്യേകിച്ച് ജൻസുരാജ് പാർട്ടി പ്രവർത്തകർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ജൻസുരാജ് പാർട്ടി പ്രവർത്തകൻ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതെന്താണ് ആ കൊലപാതകത്തിന് പിന്നിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ മരണം സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ ഉണ്ടോ? മൊഗാമ ജില്ലയിലെ തർത്താർ ഗ്രാമത്തിൽ ഇന്നലെ വൈകിട്ടാണ് ഈ സംഘർഷം ഉണ്ടായത്. അതായത് ഈ 2 പാർട്ടി സ്ഥാനാർത്ഥികളുടെയും പ്രചാരണം നടക്കുന്ന ഘട്ടമായിരുന്നു അത്. അതായത് ജൻസുരാജ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി പീയൂഷ് പ്രിയദർശി, അദ്ദേഹത്തിന്റെ പ്രചാരണം നടക്കുന്നു. ഇതേ സമയം തന്നെ JDUവിന്റെ സ്ഥാനാർത്ഥി ആനന്ദ് സിംഗും ഈ മേഖലയിൽ പ്രചാരണം നടത്തിയിരുന്നു. ഈ 2 സ്ഥാനാർത്ഥികളുടെയും വാഹനങ്ങളും പ്രചാരണ വാഹനങ്ങളും ഒക്കെ തന്നെ നേർക്കുനേർ വരുന്ന സാഹചര്യമുണ്ടായി. ഇതിനിടയിൽ പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി. പിന്നീട് അത് അക്രമത്തിലേക്ക് കലാശിച്ചു. കല്ല് പരസ്പരം എറിയുന്ന, വടികൾ പരസ്പരം എറിയുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്തു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ പോലീസിന്
സന്ദേശം ലഭിച്ചത് ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഇയാൾ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ ജൻസുരാജ് പ്രവർത്തകർ അടക്കം സ്ഥാനാർത്ഥി അടക്കം ആരോപിക്കുന്നത് JDU പ്രവർത്തകരാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നാണ്. ഏതായാലും ഒരു കാര്യം പ്രദേശവാസികളൊക്കെ തന്നെ ഉറപ്പിക്കുന്നുണ്ട്, ഈ സംഘർഷമുണ്ടായ ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരമൊരു കൊലപാതകം അവിടെ നടന്നിട്ടുള്ളത്. ഏതായാലും പോലീസ് അക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ജൻസുരാജ് പാർട്ടി ഇത് വലിയ പ്രചാരണ വിഷയമാക്കി മാറ്റിയിട്ടുണ്ട്. കാരണം ക്രമസമാധാന പാലനം അടക്കമുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ വലിയ ചർച്ചാ വിഷയമാണ്. അതിനിടയിലാണ് ജൻസുരാജ് പാർട്ടി പ്രവർത്തകൻ തന്നെ പ്രചാരണത്തിനിടയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അത് പ്രശാന്ത് കിഷോർ അടക്കമുള്ള നേതാക്കൾ വലിയ ചർച്ചയാക്കിയിട്ടുണ്ട്, വലിയ വിഷയമായി ഉന്നയിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇന്നൊരു പക്ഷേ കൂടുതൽ പ്രതികരണങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും ഒക്കെ തന്നെ ജൻസുരാജ് പാർട്ടി കടക്കാനും സാധ്യതയുണ്ട്. അത് തന്നെയാണ്. അപ്പോൾ എന്തായാലും പോലീസ് കൃത്യമായി ഇതുവരെ ഒരു ധാരണ പുറത്തുവിടുന്നില്ല. ജൻസുരാജ് പാർട്ടി പ്രവർത്തകനായ ദുലാർ ചന്ദ് യാദവാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് എങ്ങനെയാണ് എന്നതൊന്നും കൃത്യമായി ഇതുവരെ വിവരം വന്നിട്ടില്ല. പീയൂഷ് പ്രിയദർശി എന്ന് അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രചരണം നടത്തുന്നതിനിടയിലാണ് ദുലാർ ചന്ദ് യാദവ് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാലും വരും മണിക്കൂറുകൾ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം, അത് സംബന്ധിച്ച് വളരെ നിർണായകമാകും. കൂടുതൽ പ്രതികരണങ്ങൾ ഇന്ന് കിട്ടാനും സാധ്യതയുണ്ട്. രാകേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ബീഹാറിലെ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ 32% പേർ ക്രിമിനൽ കേസ് പ്രതികളാണ്. അതിൽ 27% പേർക്കെതിരെ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. സ്ഥാനാർത്ഥികളിൽ 40% പേർ കോടീശ്വരന്മാരാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം വീണ്ടും ചർച്ചയാവുകയാണ്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ 3-1 പേർ ക്രിമിനൽ കേസുള്ളവരാണെന്ന് ഇലക്ഷൻ വാച്ചിന്റെ പുതിയ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. ആദ്യഘട്ടത്തിൽ 1314 സ്ഥാനാർത്ഥികളാണ് 121 നിയമസഭാ സീറ്റുകളിലേക്ക് മത്സരിക്കുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് ഇതിൽ 423 സ്ഥാനാർത്ഥികൾ തങ്ങൾക്കെതിരെ ക്രിമിനൽ കേസുകളുണ്ടെന്ന് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സമ്മതിക്കുന്നു. 354 പേർ ഗുരുതരമായ കുറ്റങ്ങൾ നേരിടുന്നവരാണ്. 33 സ്ഥാനാർത്ഥികൾ കൊലക്കേസ് പ്രതികളാണ്. 86 പേർ വധശ്രമ കേസുകളിൽ വിചാരണ നേരിടുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുന്നവരിൽ ഇടതു പാർട്ടികളാണ് മുന്നിൽ. CPI, CPIM സ്ഥാനാർത്ഥികളെല്ലാം ക്രിമിനൽ കേസ് പ്രതികളാണ്. BJPയും കോൺഗ്രസും സീറ്റ് നൽകിയവരിൽ 65% പേർ പ്രതികളാണ്. വലിയ ധാർമ്മികത അവകാശപ്പെടുന്ന ജൻസുരാജ് പാർട്ടി സീറ്റ് നൽകിയ 114 പേരിൽ 50 പേർ വിചാരണ നേരിടുന്നു. ജൻസ്വരാജ് സ്ഥാനാർത്ഥികളുടെ ശരാശരി ആസ്തി 5.72 കോടി രൂപയാണ്. 48 BJP സ്ഥാനാർത്ഥികൾ 11 കോടി രൂപയ്ക്ക് മുകളിൽ ആസ്തിയുള്ളവരാണ്. 23 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് 5 കോടിയിലധികം ആസ്തിയുണ്ട്. 5 CPI സ്ഥാനാർത്ഥികൾക്ക് 4 കോടിക്ക് മുകളിലും 3 CPM സ്ഥാനാർത്ഥികൾക്ക് 1.7 കോടി രൂപ ആസ്തിയും ഉണ്ടെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നവംബർ 6-നാണ് ബീഹാറിലെ 121 നിയമസഭാ സീറ്റുകളിലേക്ക് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ജസ്റ്റിസ് സൂര്യകാന്തിനെ ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി നിയമിച്ചു. നവംബർ 24-നാണ് ഔദ്യോഗികമായി സത്യപ്രതിജ്ഞ. ഹരിയാനയിൽ നിന്നുള്ള ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. 2019-ലാണ് സുപ്രീം കോടതി ജഡ്ജിയായത്. 2023-ൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ വിധി ശരിവെച്ചത് ഉൾപ്പെടെ നിരവധി പ്രധാന വിധിന്യായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ജഡ്ജിമാരുടെ ഭരണഘടനാ ബെഞ്ചിൽ അംഗമായിരുന്നു. 2000 ജൂലൈയിൽ ഹരിയാനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായി. 38 വയസ്സുള്ളപ്പോഴായിരുന്നു ആ നേട്ടം. 2004 ജനുവരി 9-ന് ജസ്റ്റിസ് സൂര്യകാന്ത് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ജഡ്ജിയായി. ഹിസാർ ജില്ലയിലെ പിന്നോക്ക ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ജസ്റ്റിസ് സൂര്യകാന്ത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചാണ് ഉന്നത പദവിയിലേക്ക് എത്തിയത്. ഡൽഹി കലാപക്കേസിൽ ഉമർ ഖാലിദ് അടക്കമുള്ളവർക്ക് ഇന്ന് നിർണായക ദിനം. 4 പേർ നൽകിയ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച കോടതി ജാമ്യാപേക്ഷയിൽ മറുപടി സമർപ്പിക്കാൻ കൂടുതൽ സമയം തേടിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. പ്രതികൾ 5 വർഷമായി ജയിലിലാണെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. ജാമ്യാപേക്ഷ എതിർത്ത് പോലീസ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. കലാപത്തിനായി പ്രതികൾ ഗൂഢാലോചന നടത്തിയതിൽ തെളിവുണ്ടെന്നാണ് കോടതിയിൽ ഡൽഹി പോലീസ് അറിയിച്ചത്. നമ്മൾ ആദ്യം സൂചിപ്പിച്ച വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. വനിതാ ലോകകപ്പിൽ ഇന്ത്യക്ക് 3ാം ഫൈനൽ. അതിശക്തരായ ഓസ്ട്രേലിയയെ 5 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യയുടെ മുന്നേറ്റം. 127 റൺസുമായി അപരാജിതയായി നിന്ന ജെമിമ റോഡ്രിഗസ് ആണ് വിജയശില്പി. 265 റൺസിന് മുകളിൽ ഇതുവരെ മറികടന്നിട്ടില്ലാത്ത ഇന്ത്യൻ വനിതാ ടീമിന്റെ അവിശ്വസനീയ പ്രകടനമായിരുന്നു ഇന്നലെ. എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. എൽദോ, അത് തന്നെയാണ് 338 പോലൊരു ടോട്ടൽ ഓസ്ട്രേലിയ ആദ്യത്തെ അവരുടെ ഫസ്റ്റ് ഇന്നിങ്സിൽ നേടിയെടുക്കുമ്പോഴേക്കും അപ്പം തന്നെ മത്സരം കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. കാരണം അത്രയും വലിയൊരു ടാർഗറ്റൊക്കെ ചേസ് ചെയ്തെടുക്കാൻ ഇന്ത്യൻ പെൺപുലികൾക്ക് കഴിയുമോ എന്നൊക്കെയായിരുന്നു. പക്ഷേ ആ ഒരു ചിന്തകളെല്ലാം മാറ്റി
140 കോടി ജനങ്ങളുടെയും ചിന്തകൾ മാറ്റിമറിച്ചുകൊണ്ടായിരുന്നു. കാരണം ഈ വനിതകളുടെ പ്രകടനം പ്രത്യേകിച്ച് 16 ഏകദിന മത്സരങ്ങളായിട്ട് ഒരൊറ്റ പരാജയം പോലും നേരിടാത്ത ഓസ്ട്രേലിയ ഇത്തവണത്തെ ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്ന ടീമും കൂടിയാണ് ഓസ്ട്രേലിയ. അവരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ നേട്ടം. എങ്ങനെ വിലയിരുത്തണം? ഹരി, ജമീമ റോഡ്രിഗസ് കൃത്യമായി പറഞ്ഞാൽ കളിയിലെ താരമായിരുന്നു, രത്നമായിരുന്നു ഇന്നലെ ജമീമയുടെ അതിവൈകാരികമായിട്ടുള്ള ഒരു പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ, അതായത് മത്സരശേഷമുള്ള പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ അവരുടെ വികാര പ്രകടനം തന്നെ അത് വ്യക്തമായിരുന്നു. അത്രമാത്രം ഈ ഇന്നിങ്സ് ശ്രദ്ധേയമാണ് എന്നുള്ളത്. സെഞ്ചുറി നേടിയിട്ട് പോലും അമിത ആഹ്ലാദ പ്രകടനത്തിന് പോകാതെ തന്റെ ദൗത്യം അത് ഇന്ത്യയെ ജയിപ്പിക്കുക എന്നതാണ് എന്ന കൃത്യമായുള്ള ബോധ്യത്തോടു കൂടിയാണ് ജമീമ ഇന്നലെ കളത്തിൽ നിന്നത്. അത് അവസാന വിജയ റൺ കുറിക്കുന്നത് വരെ. ഓസ്ട്രേലിയയുടെ 339 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ഇന്ത്യ എത്തുമെന്ന് ഒരു ഘട്ടത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല. വൺ ഡൗൺ ആയി ഇറങ്ങിയ ജമീമ റോഡ്രിഗസും ഹർമൻപ്രീത് കൗറും ക്രീസിൽ ഒന്നിക്കുന്നത് വരെ 167 റൺസിന്റെ 3ാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് നേടിയത്. അതാണ് മത്സരത്തിൽ ഏറ്റവും നിർണായകമായത്. നമുക്കറിയാം, മലീസ ഹീലിയും ബെത്ത് മൂണിയും എലീസ പെറിയും ഒക്കെ ഉൾപ്പെടുന്ന ഓസ്ട്രേലിയയുടെ നിര അത് എക്കാലത്തെയും വനിതാ ലോകകപ്പുകളിലെ ഏറ്റവും മികച്ച സംഘം എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. നേരത്തെ ഹരി സൂചിപ്പിച്ചതുപോലെ 15 മത്സരങ്ങളുടെ ഒരു വിന്നിംഗ് സ്ട്രീക്കാണ് ഇന്ത്യ ഇന്നലെ മറികടന്നത് നവി മുംബൈയിൽ. അതിൽ ജമീമ റോഡ്രിഗസിന് ഇരട്ടി മധുരമുണ്ട്. തൻ്റെ നാട്ടുകാരുടെ മുന്നിൽ, തൻ്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് അവിശ്വസനീയമായിട്ടുള്ള പ്രകടനം. കഴിഞ്ഞ ലോകകപ്പിൽ അവസരം ലഭിക്കാതിരുന്ന ജമീമ റോഡ്രിഗസിന് ഇതൊരു കഠിനാധ്വാനത്തിൻ്റെയും മധുരമായിട്ടുള്ള ഒരു പ്രതികാരത്തിൻ്റെയും കഥ കൂടിയാണ്. അത്രമാത്രം ഗംഭീരമായി തന്നെ ജമീമ റോഡ്രിഗസ് ആ കളിയിൽ ഇന്ത്യയുടെ താരമായി മാറി. ഏറെക്കുറെ 48ാമത്തെ ഓവറിൽ പോലും ഇന്ത്യക്ക് അവിശ്വസനീയമായിരുന്നു ഈ കളി ജയത്തിലേക്ക് എത്തുമെന്നുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, 265 റൺസ് എന്ന സ്കോറിന് അപ്പുറത്തേക്ക് ഇന്ത്യ ചേസ് ചെയ്ത് ജയിച്ചിട്ടില്ല. ആ ഒരു മത്സരത്തിന്റെ സാഹചര്യത്തിൽ നിന്നാണ് ഇന്ത്യ ഇത്രമാത്രം വലിയൊരു ടോട്ടൽ 339 എന്ന കൂറ്റൻ വിജയലക്ഷ്യം ഇന്ത്യ മറികടക്കുന്നത്. ഏകദിന ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന റൺ ചേസ്, ഇന്ത്യയുടെ ഏറ്റവും മികച്ച റൺ ചേസ്. അങ്ങനെ ഇന്ത്യൻ വനിതകൾ പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു ഈ കരുത്തരായിട്ടുള്ള ഓസ്ട്രേലിയൻ ടീമിനെതിരെ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 337 റൺസിന് ഓൾ ഔട്ടായി. അത് ഒരു പന്ത് മാത്രം അവശേഷിക്കുകയാണ് ഓസ്ട്രേലിയയെ ഇന്ത്യ പുറത്താക്കിയത്. അതിൽ ലിഷ്ഫീൽഡിന്റെ 119 റൺസ് ഓസ്ട്രേലിയക്ക് കൂറ്റൻ സ്കോർ സമ്മാനിച്ചപ്പോൾ അതിൽ ഇന്ത്യയുടെ ബോളിംഗ്, ഫീൽഡിംഗ് മോശം പ്രകടനം കൂടി എടുത്തു പറയണം. അല്ലെങ്കിൽ ഇത്രമാത്രം വലിയ സ്കോറിലേക്ക് ഓസ്ട്രേലിയ പോകില്ലായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എക്സ്ട്രാസ് ആയിട്ട് ഇന്ത്യ 13 റൺസ് വിട്ടു നൽകുകയും ചെയ്തു. എന്താണെങ്കിലും ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യൻ വനിതകൾ മറ്റൊരു മുഖം കാണിക്കുകയായിരുന്നു നവി മുംബൈ സ്റ്റേഡിയത്തിൽ. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ നേരത്തെ ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പരകൾ തുടർച്ചയായി നടക്കാറുള്ളതാണ്. അപ്പോഴൊക്കെ ഓസ്ട്രേലിയ ഇന്ത്യയിൽ നിന്ന്, ഇന്ത്യൻ മണ്ണിൽ വെച്ച് പരമ്പരകൾ തൂത്തുവാരുന്ന ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതേ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ ഇന്ത്യ അതിനുള്ള മറുപടി, അതിനുള്ള കണക്കുകളെല്ലാം പരിഹാരമാക്കി. മാത്രമല്ല, അഹമ്മദാബാദിൽ ഓസ്ട്രേലിയൻ പുരുഷ ടീം ഇന്ത്യൻ സംഘത്തെ തോൽപ്പിച്ചതിന്റെ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ത്യൻ ആരാധകർക്ക്. അവിടെയാണ് ഇന്ത്യൻ വനിതകൾ ഇന്ത്യക്ക് വേണ്ടി അത്തരത്തിലൊരു നേട്ടം സ്വന്തമാക്കിയത്. ജമീമ റോഡ്രിഗസ് തന്നെയാണ് കളിയിലെ താരം. നിസ്സംശയം വൺ ഡൗൺ ആയി ഇറങ്ങി, പതിവായിട്ടുള്ള പൊസിഷൻ അല്ല ജമീമയ്ക്ക് വൺ ഡൗൺ എന്നുള്ളത്. വൺ ഡൗൺ ആയി ഇറങ്ങി 134 പന്തിൽ 127 റൺസ് എടുത്താണ് ജമീമ റോഡ്രിഗസ് പുറത്താകാതെ നിന്നത്. അല്ല, അത് തന്നെയാണ് എൽദോ. ജമീമയുടെ ഒരു പൊസിഷൻ പോലും അല്ല. ഒരു 4 വിക്കറ്റൊക്കെ പോകുന്നതിന് ശേഷമാണ് ജമീമ ഇറങ്ങുന്നത്. അതും ജമീമ പോസ്റ്റ് മാച്ചിൽ പറയുന്നുണ്ട്. അതായത് ബാറ്റ് ചെയ്യുന്നതിന് 5 മിനിറ്റ് മുമ്പാണ് താൻ അറിയുന്നത് ഇന്ന 3 പൊസിഷനിൽ വേണം താൻ ഇറങ്ങാനെന്നുള്ളത്. എന്നാലും ആ ഒരു പോസ്റ്റ് മാച്ച് പ്രസന്റേഷനെ പറ്റി സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. അത്രമാത്രം വികാര പ്രകടനമായിരുന്നു ജമീമയുടെ ഭാഗത്തു നിന്നും. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ടീമിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുന്നു ആ ഒരു സാഹചര്യം. പക്ഷേ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ജമീമയുടെ ഒരു ഫോം തിരിച്ചു കിട്ടുന്നതായിട്ടൊരു ആത്മവിശ്വാസം ജമീമയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ടീമിനൊരു സ്ഥിരതയില്ലായ്മ, പ്രത്യേകിച്ച് ടീമിൽ ഡ്രോപ്പ് ആവുന്നു, ഇടം പിടിക്കുന്നു, ഡ്രോപ്പ് ആവുന്നു, ഇടം പിടിക്കുന്നു, അങ്ങനെയൊക്കെ എടുത്തു നിന്നുകൊണ്ടാണ് തൻ്റെ 3ാമത്തെ സെഞ്ചുറി നേടുന്നതിനേക്കാൾ ഉപരി ഇത്രമാത്രം നിർണായകമായൊരു മത്സരം. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോഴും നമ്മൾ വിജയിച്ചു എന്നത് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ ഇത്രയും ഒരു ടോട്ടൽ നേടിയെടുക്കുക, വൺസ് ഇൻ എ ലൈഫ് ടൈം ഇന്നിങ്സ് ജമീമയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു, ഹർമൻപ്രീത് കൗറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അപ്പോൾ ഇനിയുള്ള ഒരു കരിയർ ഷിഫ്റ്റിനേക്കാൾ ഉപരി ഈ ജമീമയുടെ പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ മാത്രം നമ്മൾ എങ്ങനെ വിലയിരുത്തണം? ജമീമയുടെ പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ സമയത്തുള്ള പ്രകടനം അത് അതിവൈകാരികമായിരുന്നു. അതിന് അവർ അർഹിക്കുന്നുമുണ്ട്. കാരണം അത്രമാത്രം മികച്ച ഒരു ഇന്നിങ്സ് ആണ്, ഒരു ലൈഫ് ടൈം ഇന്നിങ്സ് എന്ന് നിസ്സംശയം വിശേഷിപ്പിക്കാം ജമീമ റോഡ്രിഗസിന്റെ ഇന്നലത്തെ ബാറ്റിംഗ് പ്രകടനത്തെ. കാരണം അവരുടെ കരിയറിലെ 3ാമത്തെ സെഞ്ചുറി, അതും ലോകകപ്പിൽ ആദ്യ സെഞ്ചുറി. അത് ആർക്കെതിരെയാണ്? ഓസ്ട്രേലിയക്കെതിരെ. ഈ ഓസ്ട്രേലിയൻ ടീം കപ്പുമായി തന്നെ മടങ്ങൂ എന്ന് എഴുതിയവരാണ് ഭൂരിഭാഗം ക്രിക്കറ്റ് പണ്ഡിതരും. കാരണം അത്രമാത്രം മികച്ച പ്രകടനമാണ് ടൂർണമെന്റിൽ ഉടനീളം അവർ കാഴ്ചവെച്ചത്. തോൽവിയേറിയ
അറിയാതെ, അതും ഇന്ത്യക്ക് ഇത് ഒരു ഡൂ ഓർ ഡൈ മത്സരമായിരുന്നു. ജയിച്ചാൽ ലോട്ടറി എന്ന് മാത്രമേ ഇന്ത്യൻ ആരാധകർ കരുതിയിരുന്നുള്ളൂ. ആ ലോട്ടറി ഇന്നൊരു ബമ്പർ എന്ന കണക്കെ അടിക്കുകയായിരുന്നു ഇന്ത്യൻ ടീമിന് അവിടെ നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ. ജെമീമ റോഡ്രിഗസ് മത്സരശേഷം പറഞ്ഞതും അത് തന്നെയാണ്. ഇത്രമാത്രം കരുത്തുറ്റ ഒരു സംഘത്തിന് മുന്നിൽ ഇങ്ങനെയൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതിൽ ഈശ്വരന് നന്ദി പറയുന്നു. എപ്പോഴും പലപ്പോഴും ടീമിൽ നിന്ന് പുറത്തായപ്പോഴും എന്നെ വീണ്ടും ഒപ്പം നിർത്തിയ വീട്ടുകാർക്ക്, കോച്ചിന്, ഒപ്പം നാട്ടുകാർക്ക്, സ്വന്തം മണ്ണിലാണ് ജെമീമ റോഡ്രിഗസിന്റെ ഈ അവിശ്വസനീയ പ്രകടനം എന്നുള്ളതാണ് അതിന്റെ തിളക്കം ഇരട്ടിയാക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ ലോകകപ്പിൽ ജെമീമ റോഡ്രിഗസിന് സ്ഥാനമുണ്ടായിരുന്നില്ല. അവിടെ നിന്നാണ് ഈ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇന്ത്യയുടെ ജയം ഉറപ്പാക്കിയ ഇന്നിംഗ്സുമായി ജെമീമ ഒരു ഹീറോയിന്റെ വേഷത്തിലേക്ക്, വെറും ഹീറോയിൻ അല്ല, സൂപ്പർ ഹീറോയിൻ എന്ന മട്ടിലേക്ക് മാറിയത്. ജെമീമ തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ക്രഞ്ച് സിറ്റുവേഷൻസിൽ എപ്പോഴും തകരുന്ന ഒരു സ്വഭാവം ഇന്ത്യൻ ടീമിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സെഞ്ചുറി നേടിയ ശേഷവും അമിത ആഹ്ലാദ പ്രകടനം നടത്താതെ ബാറ്റിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്തതെന്ന്. അതുതന്നെയായിരുന്നു ജെമീമയുടെ ലക്ഷ്യവും, ഇന്ത്യയെ ജയത്തിലെത്തിക്കുക എന്നുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമൻജോത് കൗറിനെ കൂട്ടുപിടിച്ചാണ് ഏറ്റവും ഒടുവിൽ ജെമീമ വിജയത്തിലേക്ക് ഇന്ത്യ എത്തിക്കുന്നത്. പിന്നീട് നടന്നത് ഒരു വൈകാരിക വിസ്ഫോടനമായിരുന്നു. ആ കളിക്കളത്തിൽ പൊട്ടിക്കരയുന്ന ജെമീമ, ഹർമൻപ്രീത് ഏങ്ങലടിക്കുന്നു, കെട്ടിപ്പുണരുന്ന ഇന്ത്യൻ ടീം അംഗങ്ങൾ, അങ്ങനെ ഗാലറിയെയും ഒപ്പം കണ്ടുനിന്ന മുഴുവൻ ക്രിക്കറ്റ് ആരാധകരെയും ത്രസിപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിലേക്ക് പോകുന്നത്. ഞായറാഴ്ചയാണ് ഫൈനൽ. ദക്ഷിണാഫ്രിക്കയാണ് എതിരാളി. അവിടെ നിലവിലെ ഫോം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥിരതയില്ലായ്മ, നേരത്തെ ഹരി സൂചിപ്പിച്ച അത് തന്നെയാണ് പ്രശ്നം. ഇന്ത്യയുടെ സ്ഥിരതയില്ലായ്മ, പ്രത്യേകിച്ചും ബോളിംഗിൽ, അതായിരിക്കും ഇന്ത്യ പരിഹരിക്കേണ്ടത് എന്നാണ് തോന്നുന്നത്. എന്നാലും ദക്ഷിണാഫ്രിക്ക കരുത്തരാണ്. അവർ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ് ഫൈനലിലേക്ക് എത്തിയത്. ഇനി ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടുമ്പോൾ ഉറപ്പായും ഈ ബാറ്റിംഗ് ലൈനപ്പാണോ തുടരുക എന്നുള്ളതായിരിക്കും ആകാംക്ഷ ഉറ്റുനോക്കേണ്ടത്. കാരണം ജെമീമയുടെ ഈ മികച്ച ഫോമിനെ ഇന്ത്യ വീണ്ടും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. പക്ഷേ സ്മൃതി മന്ദാന എന്നുള്ള ഇന്ത്യൻ ബാറ്ററുടെ ഈ ടൂർണമെന്റിൽ ഉടനീളമുള്ള പെർഫോമൻസ് ആയിരിക്കും മത്സരത്തിൽ ഇന്ത്യ കൂടുതൽ ഊർജ്ജത്തോടെ കൊണ്ടുപോവുക. ഇന്നലെ അത്ര ഫോമിലേക്ക് എത്തിയില്ല, 24 റൺസിന് മന്ദാന പുറത്തായെങ്കിൽ പോലും ഫൈനലിൽ മന്ദാന മറ്റൊരു ക്ലാസ് പ്രകടമാക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ നവി മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ തന്നെയാണ് ഫൈനൽ. അതായത് ഇതേ വേദിയിലാണ് ഓസ്ട്രേലിയ എന്ന കരുത്തുറ്റ സംഘത്തെ തോൽപ്പിച്ചെത്തിയ ഇന്ത്യക്ക് അതേ മണ്ണിൽ ലോക കിരീടം ജയിക്കാൻ സാധിക്കുമോ എന്നുള്ള പ്രതീക്ഷ, ആകാംക്ഷയാണ് ഉള്ളത്. നേരത്തെ 2005-ലും 2017-ലും ഇന്ത്യ ലോകകപ്പിന്റെ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ഇത് 3ാമത്തെ ഫൈനലാണ്. ഇതുവരെ പക്ഷേ ഇന്ത്യൻ ടീമിന് ഒരു ലോക കിരീടം എന്നുള്ള നേട്ടത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ ഒരു പുതിയ യുഗത്തിലേക്ക് ഈ സംഘം, ഹർമൻപ്രീത് കൗറും സംഘവും എത്തുമോ എന്നുള്ള ആകാംക്ഷ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞായറാഴ്ചത്തെ ഫൈനലിലേക്ക് കാത്തിരിക്കാം. ഒരൊറ്റ ചോദ്യം കൂടെ ഫൈനലുമായി ബന്ധപ്പെട്ട് മാത്രമായതുകൊണ്ടാണ്. പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്ക വനിതാ ടീം 125 റൺസിന് ഇംഗ്ലണ്ട് ടീമിനെ പരാജയപ്പെട്ടുകൊണ്ട് വരുന്നു. പ്രത്യേകിച്ച് 3 പേര്, വോൾഡാട്ട് എന്നവരുടെ ക്യാപ്റ്റൻ ആയിക്കോട്ടെ, മാരിസൺ ക്യാപ്പ് ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരുടെയും പ്രകടനങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ മത്സരത്തിലും ഏറ്റവും കൂടുതൽ നിർണായകമായി മാറിയ സൗത്ത് ആഫ്രിക്കയ്ക്ക്. അപ്പോൾ ഞായറാഴ്ചയിലേക്ക് വരുമ്പോഴേക്കും ഓസ്ട്രേലിയയോടൊത്തുള്ള എതിരാളികളല്ല ദക്ഷിണാഫ്രിക്ക എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണല്ലോ. അപ്പോൾ ഓസ്ട്രേലിയയെ പോലൊരു ടീമിനെ പരാജയപ്പെടുത്തുമെങ്കിൽ അത്രമാത്രം കോൺഫിഡൻസിൽ തന്നെയായിരിക്കും വനിതകൾ ഞായറാഴ്ചയും ഇറങ്ങാനൊരു സാധ്യത. ആ ഒരു മത്സരത്തെക്കുറിച്ച് എങ്ങനെയായിരിക്കണം നമുക്കൊരു വിലയിരുത്തൽ? ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ടീമിന്റെ ഈ തവണത്തെ ലോക പ്രകടനത്തെ താരതമ്യം ചെയ്യുമ്പോൾ, തുലനം ചെയ്യുമ്പോൾ ദക്ഷിണാഫ്രിക്ക ഒരു പടി മുന്നിലാണ്. പക്ഷേ അപ്പോഴും ഓസ്ട്രേലിയ അത്രയും കരുത്തരല്ല എന്നുള്ളതാണ്. പക്ഷേ ക്രിക്കറ്റാണ്, ഏകദിന ക്രിക്കറ്റാണ്. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഒരു ദിവസത്തെ മത്സരത്തെ അത് പ്രവചിക്കുക അസാധ്യമാണ്. പ്രത്യേകിച്ചും 2020-യുടെ കാലഘട്ടം ആയതിനു ശേഷം ഏകദിന ക്രിക്കറ്റും അതേ ചൂട് പിടിച്ച് മുന്നേറുന്നു. ഒരുപക്ഷെ ഹൈ സ്കോറിംഗ് ഗെയിം ആവാം, അടുത്ത ദിവസം ലോ സ്കോറിംഗ് ഗെയിം ആവാം. ആ ഒരു സാഹചര്യത്തിൽ ആ ദിവസത്തെ മാത്രം കേന്ദ്രീകരിച്ച് മുന്നേറുന്നതാവും ഇന്ത്യൻ ടീമിന്റെ പ്രധാന തന്ത്രം. ദക്ഷിണാഫ്രിക്ക കരുത്തരാണ് എങ്കിൽ പോലും ഇന്ത്യക്ക് മേധാവിത്വം നൽകുന്നത് സ്വന്തം മണ്ണിൽ നടക്കുന്ന ഫൈനൽ എന്നുള്ളത് തന്നെയാണ്. ഓസ്ട്രേലിയയെ തോൽപ്പിച്ച അതേ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനൽ എന്നുള്ളതാണ്. ഇന്ത്യയുടെ ബാറ്റർമാരാണ് കരുത്ത്. പ്രത്യേകിച്ച് സ്മൃതി മന്ദാന, ഹർമൻപ്രീത് കൗറും ഇന്നലെ ഫോമിലേക്ക് എത്തി. ജെമീമ റോഡ്രിഗസ്, അങ്ങനെ ഇന്ത്യയുടെ നിര ബാറ്റിംഗിൽ മികവ് കാണിക്കുമ്പോൾ, ഇന്ത്യൻ ബാറ്റർമാർ കരുത്തായി നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ബോളിംഗ് നിരയാണ് ഇനി ഫൈനലിൽ അവരുടെ പൂർണ്ണമായിട്ടുള്ള മികവിലേക്ക് എത്തേണ്ടത്. ആ ഫോമിലേക്ക് ഇന്ത്യൻ ബോളർമാർക്ക് എത്താൻ കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയും പിടിച്ചു കെട്ടാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു കാര്യം ഉറപ്പാണ്, ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ ഫൈനൽ കളിക്കുമ്പോൾ ആ സ്റ്റേഡിയം നിറയും. കാരണം ലോകകപ്പിന്റെ ഫൈനലാണ്. തൊട്ടുമുമ്പ് ഒരു ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ അഹമ്മദാബാദിൽ ഓസ്ട്രേലിയ നേരിട്ടപ്പോൾ ആ സ്റ്റേഡിയം നിറഞ്ഞ് തുളുമ്പിയത് എങ്ങനെയാണ് നമുക്കറിയാം. അതേ ആവേശം തന്നെ ഈ വനിതാ ലോകകപ്പിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ആരാധകരുടെ ഊർജ്ജം, ആ ആവേശം,
ആർപ്പുവിളികൾ തന്നെയായിരിക്കും ഇന്ത്യയുടെ പ്രധാന കരുത്ത്. ഒപ്പം ബാറ്റർമാർ മാത്രമല്ല, ഇന്നലത്തെ മത്സരത്തിലെ ഫീൽഡിംഗ് പിഴവുകൾ അത് ആവർത്തിക്കരുത്. ബോളർമാർ കണിശതയോടുകൂടി പന്തെറിഞ്ഞാൽ ഉറപ്പായും ഒരു ലോക കിരീടത്തിന്റെ മധുരം ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സ്വന്തമാക്കാൻ കഴിയും. യെസ്, അത് തന്നെയാണ്. നമ്മൾ ഇന്ത്യൻ ടീമിൻ്റെ ഫീൽഡിംഗ് അതൊരു വളരെയധികം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. വിജയത്തിൻ്റെ മറവിൽ നമ്മളത് വിട്ടുപോകാതിരിക്കരുത്. കഴിഞ്ഞ മത്സരത്തിൽ, പ്രത്യേകിച്ച് ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ ഫീൽഡിംഗ് പിഴവുകൾ ഒരുപാടുണ്ടായിരുന്നു. അത് മാറ്റി നിർത്തേണ്ടതുണ്ട് ഫൈനലിൽ എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇത്രയും നേരം വിശകലനം ചെയ്യുമ്പോൾ പോലും സത്യം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല 338 റൺസൊക്കെ ചേസ് ഡൗൺ ചെയ്തു എന്നുള്ളത്. അതൊരു പുതിയ സത്യം ഒരു വല്ലാത്ത ഒരു മത്സരം തന്നെയായിരുന്നു. മത്സരം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഹൈലൈറ്റ്സ് എങ്കിലും കണ്ടു നോക്ക്. നിങ്ങൾക്ക് രോമാഞ്ചം അടിക്കാനുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഹൈലൈറ്റ്സിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫൈനലിന് വേണ്ടി കാത്തിരിക്കാം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള മത്സരത്തിൽ എങ്ങനെയായിരിക്കും വനിതകൾ ഇറങ്ങുക എന്നുള്ളത്. എഴുതുവാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോകുന്നു. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ തുടരുന്ന മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ മുരാരി ബാബുവിനെ SIT ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും. ഉണ്ണികൃഷ്ണൻ പൂറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി നടത്തിയ ചോദ്യം ചെയ്യലിൽ ലഭിച്ച മൊഴികൾ അന്വേഷണ സംഘം സമഗ്രമായി പരിശോധിച്ചു വരികയാണ്. SIT ഇടക്കാല റിപ്പോർട്ട് വൈകാതെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ആശാ വർക്കർമാരുടെ ഓണറേറിയം വർധനയിൽ ആഹ്ലാദ പ്രകടനം നടത്താൻ ഒരു വിഭാഗം CITU അനുകൂല ആശാ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇന്ന് സെക്രട്ടറിയേറ്റിന് മുന്നിൽ ആഹ്ലാദ പ്രകടനം നടത്തുന്നത്. രാവിലെ 10 മണിക്കാണ് പരിപാടി. രാപ്പകൽ സമരം നടത്തുന്ന സമരക്കാർ നാളെ പുതിയ സമരരീതി പ്രഖ്യാപിക്കും. വീടുകൾ കയറി ക്യാമ്പയിൻ നടത്താനും സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട്. സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട കോഴിക്കോട് ഫ്രഷ് കട്ട് അറവ് മാലിന്യ പ്ലാന്റ് ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ നീക്കം. ഉപാധികളോടെ പ്രവർത്തിക്കാനാണ് ജില്ലാ ഭരണകൂടം അനുമതി നൽകിയത്. ഫാക്ടറിക്ക് മുന്നിൽ വീണ്ടും സമരം ചെയ്യാനാണ് സമരസമിതിയുടെ തീരുമാനം. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ശുചിത്വ മിഷന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഫാക്ടറി തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയത്. റെയിൽവേ കരാർ ജോലിയിൽ ഏർപ്പെട്ടിരിക്കെ ആമയഴഞ്ചാൻ തോട്ടിൽ മാലിന്യത്തിൽ കുടുങ്ങി മരിച്ച ജോയിയുടെ മാതാവിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ഗൃഹപ്രവേശനം ഇന്ന്. ജില്ലാ പഞ്ചായത്ത് വാങ്ങി നൽകിയ സ്ഥലത്ത് നഗരസഭയാണ് വീടൊരുക്കിയത്. ജില്ലാ പഞ്ചായത്താണ് വീട് നിർമ്മാണത്തിന് സ്ഥലം കണ്ടെത്തിയത്. കോർപ്പറേഷൻ അനുവദിച്ച 10 ലക്ഷം രൂപ ചെലവിട്ടാണ് വീട് നിർമ്മാണം. ജോയ് താമസിച്ചിരുന്ന വീടിന് സമീപം പുതിയൊരു വീട് നിർമ്മിക്കാം എന്നതായിരുന്നു ആദ്യത്തെ ആലോചന. ഈ സ്ഥലം അനുയോജ്യമല്ലെന്ന് കണ്ടെത്തിയതോടെ മാരായമുട്ടം അണമുഖം വാർഡിലെ വിളാകത്തിൽ സ്ഥലം വാങ്ങിയാണ് പുതിയ വീട് നിർമ്മിച്ചത്. ഇടവേളയിലേക്ക് പോവുകയാണ്. നമ്മൾ ഇടവേളയ്ക്ക് ശേഷം ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ തിരികെ വാർത്തകളിലേക്ക്. നിലമ്പൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധാകേന്ദ്രമാകുന്നത് PV അൻവറും തൃണമൂൽ കോൺഗ്രസുമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നൊപ്പമാകുമെന്ന് അൻവർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നിലമ്പൂരിൽ ഇപ്പോഴും അൻവറും തൃണമൂലും UDF-ന്റെ കണക്കിൽ വന്നിട്ടില്ല. ഒപ്പം കൂട്ടിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും നഗരസഭ ആര് ഭരിക്കണമെന്നും നിശ്ചയിക്കുമെന്നും ആണ് തൃണമൂൽ കോൺഗ്രസിന്റെ അവകാശവാദം. മറുവശത്ത് 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഭരണ തുടർച്ച നൽകുമെന്ന പ്രതീക്ഷയിലാണ് LDF. 2020-ൽ 33-ൽ 23 സീറ്റ് നേടിയാണ് LDF നിലമ്പൂർ നഗരസഭാ ഭരണം പിടിച്ചത്. കോൺഗ്രസ് 9 ജയിച്ചപ്പോൾ BJP 1 സീറ്റ് നേടി. മുസ്ലിം ലീഗിന് പ്രാതിനിധ്യമില്ലാത്ത മലപ്പുറത്തെ ഏക നഗരസഭയായി നിലമ്പൂർ മാറി. 5 വർഷത്തിനിപ്പുറം സാഹചര്യങ്ങൾ ഏറെ വ്യത്യസ്തമാണ്. അന്ന് LDF-ന്റെ മുൻനിര പോരാളിയായിരുന്ന PV അൻവർ ഇന്ന് പോരാടുന്നത് പിണറായിത്തിനെതിരാണ്. മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നഗരസഭയിലെ എല്ലാ വാർഡുകളിലും UDF ആയിരുന്നു ലീഡ് ചെയ്തത്. സാഹചര്യങ്ങൾ മാറിയെന്നും ഇത്തവണ ഭരണം പിടിച്ചെടുക്കാമെന്നും കോൺഗ്രസും മുസ്ലിം ലീഗും ഉറപ്പു പറയുന്നു. ഇവിടെ ചോദ്യം PV അൻവറിന്റെ പിന്തുണയെക്കുറിച്ച് മാത്രം. UDF-നൊപ്പമെന്ന് അൻവർ പറയുന്നുണ്ടെങ്കിലും നഗരസഭയിൽ 3 സ്ഥാനാർത്ഥികളെ ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അൻവർ ഒപ്പം നിൽക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രതീക്ഷ. നിലമ്പൂരിൽ ഈ വളരെ ഭൂരിപക്ഷം, അതായത് എല്ലാ വാർഡുകളിലും UDF-ന് തന്നെ കൃത്യമായ നല്ല ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. അത് PV അൻവർ കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നാവും. അത് എന്തായാലും അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഈ അദ്ദേഹത്തെ ഇത്രമാത്രം എതിർത്ത് പോന്നിട്ടുള്ള ഒരു സ്ഥിതി എന്ന നിലക്ക് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സംഭവം എന്തായാലും ഉണ്ടാവില്ല. അത് അദ്ദേഹത്തിൻ്റെ മനസ്സെനിക്ക് തോന്നുന്നത് UDF-ന്റെ കൂടെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. TMCയെ ഒപ്പം കൂട്ടുന്നതൊക്കെ നമ്മുടെ മേൽഘടകം എന്താണോ പറയണത് അതാണ് നമ്മൾ അംഗീകരിക്കുക. നമുക്കിപ്പോൾ ഇതുവരെ ഒരു തീരുമാനം വന്നിട്ടില്ല. തീരുമാനം വന്നാൽ മേൽഘടകം എന്ത് തീരുമാനം പറയുന്നോ അത് അംഗീകരിക്കും. എന്നാൽ ഇതുവരെ ഒരു ഉറപ്പും കിട്ടാത്തതാണ് തൃണമൂൽ കോൺഗ്രസിനെ ആശങ്കയിലാക്കുന്നത്. UDF സംസ്ഥാന നേതൃത്വം
ഇക്കാര്യത്തിൽ ഉടൻ ധാരണയാക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും. ഒന്നുകിൽ ഭരണം നേടും, അല്ലെങ്കിൽ ആര് ഭരിക്കുമെന്ന് നിശ്ചയിക്കും. ഇതിനുള്ള കരുത്ത് നിലമ്പൂർ നഗരസഭാ പരിധിയിലുണ്ടെന്ന് തൃണമൂൽ കോൺഗ്രസ് അവകാശപ്പെടുന്നു. അത് സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ച് നമ്മളെ പാർട്ടി അണികളും പ്രവർത്തകരും സജ്ജമായിക്കൊണ്ട് തന്നെ എല്ലാ വാർഡുകളിലും പ്രവർത്തനവും വാർഡ് കമ്മിറ്റി കൂടുന്നുണ്ട്. സ്ഥാനാർത്ഥികളെ 18 വാർഡിലും നമ്മൾ ഏകദേശം സ്ഥാനാർത്ഥികളെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മൊത്തം പ്രഖ്യാപിച്ചില്ല എന്നുള്ളൂ. ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് നോക്കണ്ട. ഇനിയിപ്പം PV അൻവറിനായതുകൊണ്ട് കിട്ടിയെന്നില്ല. PV അൻവറിനൊരു വോട്ടും വരും, ഒരു വാർഡ് തെരഞ്ഞെടുപ്പ് പറയുമ്പോൾ വ്യക്തിക്കൊരു വോട്ടും വരും. പാർട്ടി പ്രാധാന്യം കമ്മിയാണ് ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ്, വാർഡ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പം. അങ്ങനെ വരുമ്പം വാർഡിൽ തന്നെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്നാൽ പോലും 4 സീറ്റെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലുള്ളത്. എന്നാൽ PV അൻവറും തൃണമൂൽ കോൺഗ്രസും ഒരു തരത്തിലും വെല്ലുവിളിയാകില്ലെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. 5 വർഷത്തെ വികസന നേട്ടങ്ങൾ മതി ജനങ്ങൾ വീണ്ടും കൂടെ നിൽക്കാൻ. കഴിഞ്ഞ തവണ LDF ഭരണം പിടിച്ചത് അൻവറിന്റെ സഹായത്തോടെയല്ലേ എന്ന ചോദ്യത്തിന് നഗരസഭാ ചെയർമാന്റെ മറുപടി ഇങ്ങനെ: പല സ്ഥാനാർത്ഥികളും നമുക്കറിയാം, 2 മുന്നണികളെയും തോൽപ്പിച്ചു വന്ന സ്ഥാനാർത്ഥികളില്ലേ, എന്തുകൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല? TMC എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി, ഒരു രാഷ്ട്രീയ പാർട്ടി ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ എത്ര ആളുണ്ടായിരുന്നു ഇവിടെ? ആ ആളുകളുടെ നിലവാരം എന്താണ്? ആ ആളുകളുടെ നിലവാരം കൂടി ജനങ്ങൾ കണക്കുന്നില്ല. അത്തരം ആളുകൾ സ്ഥാനാർത്ഥിയായിട്ട് TMCൻ്റെത് വരും, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ അതൊന്നും ഞങ്ങളെ ബാധിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഒരു തരത്തിലും സ്വാധീനം ചെലുത്തില്ല എന്നാണ് ഈ നിമിഷം വരെ. തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അത് BJPക്ക് ഗുണം ചെയ്യുമെന്നാണ് അവരുടെ പ്രതീക്ഷ. മറ്റുള്ളവരുടെ വോട്ടുകൾ ഭിന്നിച്ചു പോകുമ്പോൾ BJPയുടെ വോട്ട് കൃത്യമായി പെട്ടിയിൽ വീഴുമെന്നും അവർ കണക്കുകൂട്ടുന്നു. TMC എന്ന് പറയുമ്പോൾ അത് അസ്വസ്ഥപ്പെടുത്തുക, അത് ദുർബലപ്പെടുത്തുന്നത് ഇടതുപക്ഷത്തെയും UDFനെയുമാണ്. അപ്പോൾ ആ ഒരു മുന്നണി നാലാമതൊരു മുന്നണി കൂടി തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് BJPയുടെ സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളത് ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ TMC നല്ല ഒരു മത്സരം കാഴ്ചവെക്കുന്നതോട് കൂടിയിട്ട് ചതുഷ്കോണ മത്സരത്തിലേക്ക് മുനിസിപ്പാലിറ്റി മാറുകയും അതിൻ്റെ ആനുകൂല്യം BJPക്ക് നേട്ടമായിട്ട് മാറുകയും ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പ് മാസങ്ങൾക്ക് പുറം എത്തി നിൽക്കെ മലബാറിലെ പല മണ്ഡലങ്ങളിലും സ്വാധീനം ചെലുത്താൻ കഴിവുണ്ടെന്ന് അവകാശപ്പെടുന്ന PV അൻവറിനെ UDF ഉൾക്കൊള്ളുമോ അതോ ഒപ്പം നിർത്തുമോ എന്നതാണ് അറിയേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ലിറ്റ്മസ് ടെസ്റ്റാകും. നിലമ്പൂരിൽ നിന്നും അഖിലൂട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കഴിഞ്ഞ ആഴ്ചയാണ് സംസ്ഥാന സ്കൂൾ കായികമേള കഴിഞ്ഞത്. അതിൽ ഒരുപാട് റെക്കോർഡുകൾ പിറന്ന ഒരു മീറ്റ് കൂടിയായിരുന്നു കഴിഞ്ഞ ആഴ്ച സമാപിച്ച കായികമേളയിൽ ഉണ്ടായിരുന്നു. അതിൽ 100 മീറ്റർ സബ് ജൂനിയർ വിഭാഗത്തിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ദേവിപ്രിയ എന്ന് പറഞ്ഞ പെൺകുട്ടി ഉണ്ടായിരുന്നു. ദേവിപ്രിയയ്ക്ക് ഒരു വലിയ സ്വീകരണമാണ് നാട്ടുകാർ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് വാർത്ത. CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിൻ്റെ ശിലാസ്ഥാപന കർമ്മവും ഇതിനൊപ്പം നടന്നു. 38 വർഷത്തെ റെക്കോർഡാണ് ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ദേവിപ്രിയ പഴങ്കഥയാക്കിയത്. ഇടുക്കി കാൽവരി മൗണ്ട് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ മിടുക്കി. 100 മീറ്റർ സബ് ജൂനിയർ വിഭാഗത്തിൽ കൈവരിച്ച നേട്ടത്തിന് ദേവിപ്രിയയ്ക്ക് നാട്ടുകാർ വൻ സ്വീകരണമാണ് ഒരുക്കിയത്. ഇതിനൊപ്പം CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ വീടിന്റെ ശിലാസ്ഥാപനവും നടന്നു. കാൽവരി മൗണ്ടിൽ നടന്ന യോഗത്തിൽ MV ഗോവിന്ദനാണ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത്. ഈ പാവപ്പെട്ട കുട്ടികൾക്ക് റിക്കാർഡ് ഭേദിക്കുന്നതിന് നേതൃത്വം കൊടുത്ത, സ്വർണ്ണ മെഡൽ വാങ്ങിയ, കരസ്ഥമാക്കിയ കുട്ടികളിൽ നല്ലൊരു ശതമാനം കുട്ടികളുടെ സാമ്പത്തിക അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നും മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ വരുന്ന വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള 50 കുട്ടികൾക്ക് കൂടി വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഒരു ഇടപെടൽ ഗവൺമെന്റ് തന്നെ നടത്തുന്നു എന്ന് എന്നോട് പറയുകയുണ്ടായി. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും വീഡിയോ കോൺഫറൻസിലൂടെ അനുമോദിച്ചു. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് അധ്യക്ഷത വഹിച്ച സമ്മേളനം ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ നേട്ടം കൈവരിക്കാനായതും അതുവഴി അടച്ചുറപ്പുള്ള ഒരു ഭവനം ലഭിക്കുമെന്നതും ഏറെ സന്തോഷമുള്ള കാര്യമാണെന്നും ദേവിപ്രിയയും മാതാപിതാക്കളും പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. കിടപ്പിലായപ്പോൾ ഇഷ്ടദൈവത്തിന്റെ വിഗ്രഹം നിർമ്മിച്ച് വഴിമുട്ടിയ ജീവിതം തിരികെ പിടിക്കുകയാണ് തൊടുപുഴ മണക്കാട് സ്വദേശിനി ലതാ സുരേഷ്. തളരാത്ത മനസ്സിനൊപ്പം പ്രാർത്ഥനയും കൂടി ചേർന്നപ്പോൾ സ്വന്തമായൊരു വരുമാന മാർഗം കണ്ടെത്താൻ ഇവർക്കായി. തൊഴിൽ രഹിതരായവർക്ക് മാതൃക കൂടിയാണ് ഇവരുടെ പ്രവർത്തനം.
കൃഷ്ണാരാധനയിലൂടെ ജീവിതത്തിലേക്കാണോ അതോ ജീവിതാനുഭവത്തിൽ നിന്ന് ഭഗവാനിലേക്കാണോ എത്തിയതെന്ന കാര്യം ലതാ സുരേഷിന് ഇപ്പോഴും ഉറപ്പില്ല. വീഴ്ചയെ തുടർന്ന് കിടപ്പിലായപ്പോൾ മരുന്ന് വാങ്ങാനെങ്കിലും പണം സ്വരൂപിക്കാനാകണേ എന്ന പ്രാർത്ഥനയും ആഗ്രഹവുമായിരുന്നു ലതയുടെ മനസ്സ് നിറയെ. എനിക്കിവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ജോലി ഉണ്ടായിരുന്നു. യാദൃശ്യമായിട്ടൊന്ന് വീഴേണ്ട വന്നു. അപ്പോൾ ഞാൻ കിടപ്പിലായി. ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ നാരായണീയം പാരായണം ചെയ്തു കഴിഞ്ഞാൽ രോഗശമനത്തിന് ഉത്തമമാണെന്ന് മനസ്സിലാക്കി നാരായണീയം പാരായണത്തിന് വേണ്ടി തുറന്നപ്പോൾ അതിൽ നിന്നൊരു 10 മൈൽപ്പീൽ കണ്ടിങ്ങനെ പൊഴിഞ്ഞ് ചാടുവാണ്. അപ്പം ഞാൻ മറന്നുപോയി അതിലിരുന്നായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി എന്തുകൊണ്ട് ഇതൊരു ആലവട്ടത്തിന് ശ്രമിച്ചുകൂടാമെന്ന് തോന്നിച്ച് ഞാൻ ആലവട്ടം ഒന്ന് ചെയ്തു നോക്കിയപ്പം അത് ആദ്യത്തെ തന്നെ വളരെ സക്സസ് ആയി. ഒത്തിരി നല്ല അനുഭവം ഉണ്ടായതിൽ നിന്ന് കുറേ പേര് വാങ്ങിച്ചു. ഇപ്പം ഓർഡർ ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്കിടെയാണ് എപ്പോഴോ ലതയ്ക്ക് തന്റെ കഴിവ് ജീവിതമാർഗമാക്കാനുള്ള ആശയം ലഭിച്ചത്. തുടർന്ന് തന്റെ ഇഷ്ടദൈവമായ കൃഷ്ണവിഗ്രഹം നിർമ്മിച്ച് വിൽപ്പന നടത്താമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇതിനോടകം ആയിരക്കണക്കിന് കൃഷ്ണവിഗ്രഹങ്ങളും നെറ്റിപ്പട്ടങ്ങളുമാണ് ലതയുടെ കരവിരുതിൽ ഭക്തരിലേക്കെത്തിയത്. ക്ഷമയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ വരുമാനമാർഗം എന്ന നിലയിൽ വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർക്ക് മാതൃകയാക്കാവുന്നതാണ് ലതയുടെ പ്രവർത്തനം. അന്നും ഇതേപോലെ എനിക്ക് സുഖമില്ലാതെ ഇരിക്കുന്ന സമയത്താണ് അപ്പോൾ എനിക്ക് മെഡിസിൻസ് നല്ല വില കൂടിയത് മേടിക്കണമായിരുന്നു. അപ്പോൾ ഭഗവാനോട് ഞാൻ വെറുതെ ഇങ്ങനെ മനസ്സിലൊന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ജോലിയും പോയല്ലോ ഭഗവാനെ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് പിന്നെ ഇങ്ങോട്ട് എനിക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കൃഷ്ണന്മാരുടെ ഒരു പ്രവാഹം പോലെയായിരുന്നു. ആയിരക്കണക്കിന് കൃഷ്ണവിഗ്രഹങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തത് പരിസരത്ത് വീടുകളിലും ക്ഷേത്രങ്ങളിലും സ്ഥാപനങ്ങളിലും ഉണ്ട്. അതുകൂടാതെ എനിക്ക് സപ്താഹ വേദികളിലാണെങ്കിലും ഓരോ ക്ഷേത്രത്തിലേക്ക് കൃഷ്ണവിഗ്രഹം മേടിച്ച് സമർപ്പിക്കാനായിട്ടൊരു അനുഗ്രഹം ഭഗവാൻ തന്നിട്ടുണ്ട്. നിർമ്മാണത്തിലെ പൂർണ്ണതയെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ വന്നതോടെ ലതാ സുരേഷിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരുമേറി. കൃഷ്ണവിഗ്രഹം, നെറ്റിപ്പട്ടം, ആലപ്പട്ടം എന്നിവയുടെ നിർമ്മാണം കേവലം വരുമാനമാർഗം മാത്രമായല്ല, ഒരു നിയോഗമായാണ് ലതാ സുരേഷ് കാണുന്നത്. വരും നാളുകളിലും ഇത് തുടരാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് 18 തൊടുപുഴ. പ്രണവ് മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത DS ഇറയുടെ പ്രീമിയർ ഷോയ്ക്ക് അതിഗംഭീര പ്രതികരണങ്ങൾ. ചിത്രം ഇന്നാണ് ഔദ്യോഗികമായി റിലീസിനെത്തുന്നതെങ്കിലും പ്രീമിയർ ഷോയിൽ അൾട്രാ പോസിറ്റീവ് റെസ്പോൺസ് വരുന്നതോടെ പ്രണവ് മോഹൻലാലിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്തൊക്കെ സാധനം വരും. ഫ്രഷ് അല്ല, അടിപൊളിയായിട്ടുണ്ട്. നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ഇതുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴാണ് കഥ അതിലോട്ട് മെയിനായിട്ട് വന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഒരു പകൽപൂരം ആ ഒരു രീതിയിലൊരു യക്ഷിയുടെ കുറച്ച് ഗ്ലാമറസ് ആയിട്ടുള്ള അങ്ങനത്തെ ഒന്നുമല്ല. ഇത് പ്രോപ്പറായിട്ടൊരു ഹൊറർ മൂവി എങ്ങനെയാണെന്നുള്ളത് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നൈസായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. പ്രണവ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. സത്യം ഹൊറർ എന്ന് വെച്ചാൽ ആ നെഞ്ചിടിപ്പ് ഇതുവരെയും മാറിയിട്ടില്ല. നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. പ്രണവ് തകർത്തിട്ടുണ്ട്. നല്ല പടം. നമ്മുടെ ഭ്രമയുഗം ഭൂതകാലമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയൊരു ഫീൽ ഉണ്ട്. അതുപോലെ തന്നെയാണോ? അതേ ഫീലിംഗ് തന്നെയാണ്. ആ സംവിധായകൻ എനിക്ക് തോന്നുന്നു പുള്ളി പ്രേതപ്പടം കണ്ട് പ്രാന്തനായി എടുക്കണേണെന്ന് തോന്നുന്നു. എന്തായാലും അയ്യൊക്കെ എന്തോ വാദമുണ്ട്. നമ്മൾ പേടിപ്പിക്കാൻ രീതിയിലൊക്കെ മൈന്യൂട്ട് സൗണ്ടിങ് ആയാലും അതിനനുസരിച്ച് ചെയ്തിട്ടുണ്ട്. പ്രണവ് ഡയറക്ഷൻ എല്ലാം പക്ക ഡയറക്ഷൻ നോക്കി രാവിലെ അറിയാന്നുള്ളതല്ലേ, ആ രീതിക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഹോളിവുഡ് ലെവലൊരു പടമാണ് ഈ മലയാളത്തിൽ കൊണ്ട് ചെയ്തിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത പടമാണ്. നല്ല അഭിനയമൊക്കെ ആയിരുന്നു. പ്രണവിന്റെ പെർഫോമൻസ് നല്ല രീതിയിൽ നല്ലതായിരുന്നു. നന്നായിട്ട് അഭിനയിച്ച് ഡയറക്ഷനും കൊള്ളായിരുന്നു, മേക്കിംഗ് എല്ലാം കൊള്ളായിരുന്നു. ഹൊറർ ഫീൽ കിട്ടി. ഒരു ഹൊററാണെന്ന് വിചാരിച്ചില്ല. നല്ല പേടിച്ചു. ആക്ടിങ് തന്നെ പ്രണവിന്റെ ഷൈഡോ ചാക്കോന്റെയും പ്രണവിന്റെയും നല്ല ആക്ടിങ് ആണ്. നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. ഇത്രയാണെന്ന് വിചാരിച്ചില്ല. അടിപൊളി ബ്രോ, അടിപൊളി ഗംഭീര മേക്കിംഗ്. നന്നായിട്ടുണ്ടോ? ഹൊററൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പേടിക്കും. നല്ല എക്സ്പീരിയൻസ്. എല്ലാ സൗണ്ട് എഫക്റ്റ് ആണ് മെയിൻ. ഇതിനകത്ത് പ്രയാസം കാണിക്കണം, പക്ഷെ പേടിച്ച് ഒരു പരുവാവും. അമ്മാതിരി ഒരു സാധനം. ആൻഡ് ഇതിന്റെ സൗണ്ട് എഫക്റ്റ്, ആ ഒരു സൗണ്ട് എഫക്റ്റ് ഇത്രയും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തത് ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ. ഇത്രയും നാൾ ഇത്രയും കിടിലായിട്ട് സൗണ്ട് എഫക്റ്റ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നമ്മൾ ആ ഓരോ ബീറ്റും എല്ലാം നമുക്ക് എഫക്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ പേടി വരാത്തവനെ പോലും പേടിപ്പിക്കും. നീ നൈറ്റ് തിരിച്ച് വണ്ടി ഓടിക്കണം, അതിന്റെ എല്ലാ എഫക്റ്റും ഉണ്ട് ഇപ്പോൾ പെട്ടിരിക്കുക. പിന്നെ കോൺസെപ്റ്റ് നമുക്ക് ഇതുവരെ ആരും വിചാരിക്കാത്ത രീതിയിലൊരു കോൺസെപ്റ്റാണ്. നമ്മൾ സസ്പെൻസ് വിചാരിക്കുന്ന പോലത്തെ ഒരു ട്വിസ്റ്റേ അല്ല. എന്ന് വെച്ചാൽ നമ്മൾ സാധാ ജിത്തു ജോസഫിന്റെ സിനിമ കാണുന്ന പോലത്തെ ട്വിസ്റ്റ് അങ്ങനത്തെ കാര്യമൊന്നും അല്ല. ആ ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാൻ പോണില്ല. ഇത് അതിലും
എന്നുവെച്ചാൽ ക്രിയേറ്റീവ് ലെവലിലും ഒരു ലോജിക്കൽ എന്നുവെച്ചാൽ ആ ലോജിക്കായിട്ടുള്ള എല്ലാ കാര്യവും ഇതിൽ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിൽ വേണ്ടത് അത് ഇതിൽ പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട് ആ റൈറ്ററിന്. ഇത് കത്തിയേ പറ്റൂ. ഇത് കത്തിൻ്റെ പിന്നെ ഇവിടെ ഒന്നും കത്തിയിട്ട് കാര്യമില്ല. അതാ ഇവിടെ വേറെ ഒന്നും ആവശ്യമില്ല. ഒന്നും പറയല്ല ഏട്ടാ, 10 out of 10 ആണ്. ഈസി പീസി ആണ്. ഈ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി വെച്ച് ഏറ്റവും ബെസ്റ്റ് പടമാണ്. ഒന്നും പറയല്ല. ഒരു രക്ഷയില്ല എന്റെ പൊന്നു പോലെ, അടിപൊളി. പ്രണവിന്റെ കാലം എന്ന് പറഞ്ഞ ഇത് തന്നെ. പ്രണവിന്റെ ഒരു സദാശിവൻ ഇട്ടുക്കായിട്ട് മേക്കിംഗ് ആയാലും എല്ലാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം ഹെവി. നമ്മൾ പ്രതീക്ഷിച്ച ഇത്രയൊന്നുമല്ല, എന്നാലും കിഡില, ഹെവി, അടിപൊളി, സൂപ്പർ. പ്രണവിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ഷോർട്ട് ഹിറ്റ്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പ്ലോട്ടും കാര്യങ്ങളൊക്കെയാ. കിട്ടുന്നു, ഒന്നും പറയാനില്ല. അത്രത്തോളം സൂപ്പർ. മലയാള സിനിമയിലെ ഹോളിവുഡ്. കാരണം എന്താ പറയുമോ, കിടിലം പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഈ ഹൊറർ സിനിമ എടുക്കണമെങ്കിൽ അത് രാഹുൽ സദാശിവൻ സാർ തന്നെ എടുക്കണമെന്നുള്ളതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം. അത് മലയാള താരരാജാവിന്റെ മകനെ കൊണ്ട് വളരെ കിടിലമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പ്രണവ്. ഒരു രക്ഷയില്ല ഏട്ടാ. കാരണം എന്താ പറയുമോ, ഈ സിനിമ കണ്ടിട്ട് പേടിച്ച് വിറയ്ക്കുമെന്ന് പറഞ്ഞ ഒരൊറ്റ ചോദ്യമേ പറയാനുള്ളൂ. ഇതിപ്പോൾ ഞങ്ങളാണോ ആ സ്ഥലത്ത് പെട്ടുപോയെന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുത്തിയിട്ടുണ്ട്. അത്രത്തോളം ഫുൾ എഫേർട്ടിൽ എടുത്തിട്ടുണ്ട്. പ്രണവിന്റെ 100%, ബാക്കി ഇറങ്ങിയ മുതൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും 100% കരിയർ ബെസ്റ്റ് ആണ്. ക്രിഞ്ചുകളൊക്കെ മാറ്റി പ്രണവിനെ ഒരു വേറെ റേഞ്ചിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിഗംഭീരമായ പ്രതികരണങ്ങളാണ് പ്രീമിയർ ഷോയിൽ നിന്നും വരുന്നത്. ഇന്നാണ് ഔദ്യോഗികമായി ചിത്രം റിലീസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി പെയ്ഡ് പ്രീമിയർ ആയിട്ടാണ്, അതായത് എല്ലാ ഓഡിയൻസിനും പ്രീമിയർ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മാതാക്കൾ ഒരുക്കിയത്. അതിന് തന്നെ എന്തൊരു കോൺഫിഡൻസ് വേണമെന്നത് ആലോചിച്ച് നോക്കി. എന്തായാലും കഴിഞ്ഞ ദിവസം പ്രണവിൻ്റെ അമ്മ സുചിത്രയും വിസ്മയും എല്ലാവരും ചേർന്ന് കൊച്ചിയിൽ പ്രദർശനത്തിന് കാണാൻ വേണ്ടി പോവുകയും ചെയ്തു. അതിലും അതിഗംഭീര പ്രതികരണമാണ്. പ്രണവിനെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കുന്ന ആളുകളുടെ വീഡിയോയൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലാണ്. എന്തായാലും ചിത്രം ഇന്ന് റിലീസിനെത്തുകയാണ്. നിങ്ങളുടെ ഇഷ്ടമാണ്, പോയി കാണാൻ പറ്റുമെങ്കിൽ കാണുക. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ, കോഴിക്കോട് നോർത്ത് കാരശ്ശേരി അങ്കണവാടിയുമായി ബന്ധപ്പെട്ട വിവാദം അടിസ്ഥാന സൗകര്യം ഒരുക്കിയില്ലെന്നും ഉദ്ഘാടകനായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എത്തും മുമ്പ് വാർഡ് മെമ്പർ റിബൺ മുറിച്ചതുമാണ് വിവാദത്തിന് കാരണം. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നോർത്ത് കാരശ്ശേരി അങ്കണവാടിക്ക് പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിൽ കുടിവെള്ളം, വൈദ്യുതി, ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ഒരുക്കിയിട്ടില്ല. എന്നിട്ടും കെട്ടിടം ഉദ്ഘാടനം ചെയ്തതാണ് വിവാദം. സൗകര്യമില്ലാത്തതിനാൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനാകില്ല. എന്നിട്ടും പൂർത്തിയാകാത്ത കെട്ടിടം ഉദ്ഘാടനം ചെയ്തെന്നാണ് ആക്ഷേപം. ഉദ്ഘാടകനായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എത്തും മുമ്പ് വാർഡ് മെമ്പർ റിബൺ മുറിച്ചതും പ്രതിഷേധത്തിന് കാരണമായി. UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ നടന്ന ഉദ്ഘാടനത്തിൽ പ്രതിഷേധവുമായി LDF അംഗങ്ങൾ രംഗത്തെത്തി. ജനങ്ങളും അതുപോലെ തന്നെ രക്ഷിതാക്കളും വലിയ ആശങ്കയിലാണ്. കാരണം അംഗനവാടി പഴയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കാലത്തിൽ അതിന്റെ വാടക കൊടുത്തിരുന്ന പഞ്ചായത്താണ്. പുതിയ കെട്ടിടത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് വാടക കൊടുക്കാൻ വേണ്ടി കഴിയില്ല. പുതിയ കെട്ടിടത്തിൽ കുട്ടികളെ അയക്കാൻ കഴിയില്ല എന്നാണ് ICDSന്റെ സൂപ്പർവൈസർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ ജനങ്ങളാകെ ആശങ്കയിലാണ്. ഈ കുട്ടികളെ, ഇനിയുള്ള കുട്ടികളെ എവിടെ പഠിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ആശങ്കയിലാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സൗദ ടീച്ചർ കാരശ്ശേരി അങ്കണവാടി കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വാർഡ് മെമ്പറെ വിമർശിച്ചുകൊണ്ട് ഇട്ട ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചയായി മാറിയത്. ബ്ലോക്ക് പ്രസിഡന്റ് ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് എന്തായാലും എത്തും എന്നുള്ള വിവരം സ്മിതയോട് ഞാൻ പറഞ്ഞിട്ടും അത് കാത്തിക്കാതെ അവിടെ കൂടിയ ജനങ്ങളെ പ്രസിഡന്റ് വരില്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സ്മിത നടത്തിയത് എന്തായാലും തെറ്റായ ഒരു നടപടിയാണ്. അഥവാ ബ്ലോക്ക് പ്രസിഡന്റ് വന്നില്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് അവിടെ. പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലെങ്കിൽ ബ്ലോക്ക് മെമ്പറായ ഞാനുണ്ട്. ഞാനും കഴിഞ്ഞിട്ട് മാത്രമേ ഒരു വാർഡ് മെമ്പർക്ക് ഉദ്ഘാടനം ചെയ്യാനുള്ള അവകാശമുള്ളൂ. അവനവനെ അവകാശപ്പെടാത്ത ഒരു സ്ഥാനത്ത് കയറിയ ഉദ്ഘാടനം നടത്തിയിട്ട്, അത് മാത്രമല്ല ആ ഫോട്ടോ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടിട്ട് ബ്ലോക്ക് പ്രസിഡന്റ് ഇപ്പം എന്നെ വിളിച്ച് ചോദിച്ച്, എന്നെ എന്താ നോക്കുകുത്തിയാക്കിയതാണ് ടീച്ചറെ, ഞാൻ വരുന്നതിന് മുമ്പ് അവിടെ ഉദ്ഘാടനം കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനാ എന്നെ വിളിച്ചു വരുത്തിയെന്ന്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഈ നാടകമെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം സൃഷ്ടിക്കാൻ ആത്മ ഫാം സ്കൂൾ പദ്ധതിയുമായി സുസ്ഥിര തൃത്താല. സമൃദ്ധിയോടെ സരസിലേക്ക് ഹരിത ടൂറിസം തുടങ്ങിയ പദ്ധതികൾക്കൊപ്പം ഇതോടൊപ്പം തുടക്കമായി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ആത്മ 2025-26 പദ്ധതിയുടെ ഭാഗമായി സുസ്ഥിര തൃത്താല പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിട്ട്
കർഷക വിദ്യാലയം പഠന പരിപാടി സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം മാലിന്യമുക്ത തൃത്താല പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ പോലീസ് സ്റ്റേഷനുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമുള്ള വേസ്റ്റ് ബിൻ വിതരണവും നടന്നു. ചാലിശ്ശേരി, തൃത്താല പോലീസ് സ്റ്റേഷനുകളിലേക്കും മണ്ഡലത്തിലെ തെരഞ്ഞെടുത്ത 17 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ബിന്നുകൾ നൽകിയത്. മങ്ങാരം പാടശേഖരത്തിൽ നടന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ജനുവരി 2-ന് ചാലിശ്ശേരിയിൽ ആരംഭിക്കുന്ന ദേശീയ സരസ് മേളയുടെ ഭാഗമായി തൃത്താല മണ്ഡലത്തിൽ നടത്തുന്ന സരസിലേക്ക് സമൃദ്ധിയോടെ പച്ചക്കറി കൃഷിക്കും ഹരിത ടൂറിസം പദ്ധതിക്കും തുടക്കം കുറിച്ചുകൊണ്ട് തൈനടിൽ നടന്നു. 300 ഏക്കറിലാണ് പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിൽ പച്ചക്കറി കൃഷി നടത്തുന്നത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 150 ഏക്കർ സ്ഥലത്തും പാടശേഖര സമിതികളുടെ നേതൃത്വത്തിൽ 150 ഏക്കർ സ്ഥലത്തുമായാണ് കൃഷി. ന്യൂസ് 18 തൃത്താല. ആയിരക്കണക്കിന് ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തിന്റെ ഭാഗമായുള്ള ആറാട്ട് ഘോഷയാത്ര കൊണ്ടാടി. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കടന്നുപോയ ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കാളികളായി. ആറാട്ട് ഘോഷയാത്രയോടെ ഈ വർഷത്തെ അൽപ്പശി ഉത്സവത്തിന് കൊടിയിറങ്ങി. ചരിത്രപ്രസിദ്ധമായ അൽപ്പശി ഉത്സവത്തിന് സമാപനം കുറിച്ച് ശംഖുമുഖം തീരത്തെ ആറാട്ടുകടവിലേക്ക് ഘോഷയാത്രയായി സ്വർണ്ണഗരുഡ വാഹനത്തിൽ ശ്രീ പത്മനാഭസ്വാമി എത്തി. വൈകിട്ട് 5 മണിയോടെയായിരുന്നു പടിഞ്ഞാറേ നട വഴി ശ്രീ പത്മനാഭസ്വാമിയെ ക്ഷേത്രത്തിന് പുറത്തേക്ക് ആറാട്ടിനായി എഴുന്നള്ളിച്ചത്. ആനകളുടെയും വാദ്യത്തിന്റെയും ശംഖുവിളികളുടെയും അകമ്പടിയോടെ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി, നരസിംഹമൂർത്തി, തിരുവല്ലം പരശുരാമക്ഷേത്രം, നടുവത്ത് മഹാവിഷ്ണു ക്ഷേത്രം, അരക്കത്ത് ദേവീക്ഷേത്രം, പാൽക്കുളങ്ങര ചെറിയ ഉദ്ദേശ്വരം മഹാവിഷ്ണു ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള ആറാട്ട് വിഗ്രഹങ്ങളും ഉൾപ്പെടെ പ്രൗഢഗംഭീരമായിരുന്നു ഘോഷയാത്ര. വള്ളക്കടവ് വഴിയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവള റൺവേയിലേക്ക് പ്രവേശിച്ചത്. ആറാട്ട് കലശത്തിന് ശേഷം തിരുവോണ ദിവസമായ ഇന്ന് പൊന്നും ശീവേലിയും നടക്കും. ഇതോടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന അൽപ്പശി ഉത്സവത്തിന് കൊടിയിറങ്ങും. അൽപ്പശി ആറാട്ട് ഘോഷയാത്രയ്ക്കായി തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ റൺവേ ഇന്നലെ 4.5 മണിക്കൂറോളമാണ് അടച്ചിട്ടത്. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ നടക്കുന്ന അൽപ്പശി ഉത്സവത്തിനും മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്ന പൈങ്കിരി ഉത്സവത്തിനുമാണ് വിമാനത്താവളത്തിലെ റൺവേ അടക്കാറുള്ളത്. ക്ഷേത്രനടയിൽ നിന്ന് ആരംഭിച്ച് വിമാനത്താവളം വഴി ശംഖുമുഖം വരെ ആയിരക്കണക്കിന് ഭക്തർ ഘോഷയാത്രയ്ക്ക് സാക്ഷികളായി. ന്യൂസ് 18 തിരുവനന്തപുരം. ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് മലപ്പുറം നഗരസഭ. കേന്ദ്ര സഹായത്തോടെ നിർമ്മിച്ച അഭയകേന്ദ്രം MP E.T. മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. 100-ലധികം പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുള്ള കെട്ടിടത്തിൽ നിരവധി ആധുനിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മലപ്പുറം മുണ്ടുപറമ്പ് കാവുങ്കൽ നെച്ചിക്കുറ്റി ബൈപ്പാസിൽ അഭയകേന്ദ്രം യാഥാർത്ഥ്യമായതോടെ വയോജന പരിചരണ രംഗത്ത് മലപ്പുറം നഗരസഭ മറ്റൊരു നാഴികക്കല്ല് കൂടിയാണ് പിന്നിട്ടത്. 100ഓളം പേർക്ക് താമസിക്കാൻ ഇവിടെ മുറികളും ഡോർമെട്രികളും മെഡിക്കൽ സപ്പോർട്ട് റൂമും ഹെൽത്ത് ക്ലബ്ബും ലൈബ്രറിയും അടുക്കളയും റീക്രിയേഷൻ സെന്ററും യോഗ ഹാളും തുടങ്ങി എല്ലാ സജ്ജീകരണങ്ങളും സജ്ജമാണ്. സർക്കാർ മേഖലയിൽ നിർമ്മാണം പൂർത്തീകരിച്ച സംസ്ഥാനത്തെ ഏറ്റവും വലിയ അഭയകേന്ദ്രം കൂടിയാണിത്. 3,25 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ 2,51 ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ വിഹിതവും ബാക്കി നഗരസഭയുടെ തനത് ഫണ്ടുമാണ്. വാർദ്ധക്യത്തിൽ ആരും ഒറ്റപ്പെട്ടു പോകുന്നില്ല എന്ന് ഉറപ്പാക്കുകയാണ് അഭയകേന്ദ്രത്തിലൂടെയെന്ന് നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ NULM പദ്ധതി പ്രകാരം നിർമ്മിച്ചിട്ടുള്ള അഭയകേന്ദ്രമാണ്. ഈ സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒറ്റപ്പെട്ട് താമസിക്കുന്നവർ, വയോജനങ്ങളായി ആരും സംരക്ഷിക്കാനില്ലാത്ത ആളുകൾ, അതുപോലെ തന്നെ വീട്ടിൽ ബന്ധുമിത്രാദികളൊക്കെ ഉണ്ട്, പക്ഷേ കൂടെ താമസിക്കാൻ ആളുകളില്ലാത്ത സാഹചര്യത്തിൽ അനുഭവപ്പെടുന്ന ആളുകൾ, അങ്ങനെ പ്രയാസം അനുഭവപ്പെടുന്ന ആളുകൾക്ക് മുഴുവൻ ഗവൺമെൻറ് സംവിധാനത്തോടുകൂടി നഗരസഭയുടെ നേതൃത്വത്തിൽ ഇവിടെ താമസ സൗകര്യം ഒരുക്കുകയാണ്. താമസം മാത്രമല്ല, ആരോഗ്യ പരീക്ഷയ്ക്ക് വേണ്ടി ഡോക്ടേഴ്സ് കൺസൾട്ടിംഗ് റൂമുണ്ട്, ഫ്രീക്വൻ്റ് ആയിട്ട് ഡോക്ടേഴ്സിൻ്റെ വിസിറ്റ് ഉണ്ട്, റിക്രിയേഷൻ ഹാളുണ്ട്, അതുപോലെ തന്നെ ഇവർക്ക് കോമൺ ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ലൈബ്രറി ഹാളുണ്ട്, വീഡിയോ റൂം ഉൾപ്പെടെയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനിക സൗകര്യങ്ങളുള്ള ഒരു വീടിൻ്റെ പശ്ചാത്തലത്തിലുള്ള സംവിധാനം ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായി മുനിസിപ്പാലിറ്റി സംവിധാനിച്ച് നൽകിയിരിക്കുകയാണ്. നഗരസഭാ പരിധിയിലുള്ളവർക്ക് പ്രയോറിറ്റി ഉണ്ട്. സൗകര്യം അനുസരിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഇതിൻ്റെ ബൈലോ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതോടൊപ്പം അന്തേവാസികളുടെ മാനസിക ശാരീരിക ആരോഗ്യം നിലനിർത്താനുള്ള പദ്ധതികളും അഭയകേന്ദ്രത്തിലുണ്ടാകും. കേന്ദ്ര സർക്കാർ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 75 ലക്ഷം രൂപ ചെലവിലുള്ള ഗ്രീൻ പാർക്കിന്റെ നിർമ്മാണവും അഭയകേന്ദ്രത്തോടനുബന്ധിച്ച് പുരോഗമിക്കുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ വയോജന ഉല്ലാസയാത്ര സംഘടിപ്പിച്ചതിന് മലപ്പുറം നഗരസഭ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഉൾപ്പെടെ ഇടം പിടിച്ചിരുന്നു. കൂടാതെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പകൽ വീട്, വയോജനങ്ങൾക്ക് വേണ്ടി പ്രീമിയം ഭക്ഷ്യകിറ്റുകൾ നൽകിയ പദ്ധതി,
വയോജനങ്ങൾക്ക് മാത്രമായി പകൽ സമയം ചെലവഴിക്കുന്നതിന് ബഡായി ബസാറുകൾ, വയോജനോത്സവം തുടങ്ങി നിരവധി ശ്രദ്ധേയമായ പദ്ധതികളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയത്. ന്യൂസ് 18 മലപ്പുറം. തിരികെ വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. തിരികെ വാർത്തകളിലേക്ക്. ഇടുക്കി അടിമാലി മണ്ണിടിച്ചിലിൽ ഇരയായവരുടെ പുനരധിവാസം ഉറപ്പാക്കാൻ ഇന്ന് ഇടുക്കി കളക്ടറേറ്റിൽ യോഗം നടക്കും. മന്ത്രി കെ രാജൻ ഓൺലൈനായി പങ്കെടുക്കും. ജില്ലാ ഭരണകൂടത്തിന്റെ റിപ്പോർട്ട് പരിഗണിക്കും. ക്യാമ്പിൽ കഴിയുന്ന ദുരിതബാധിതരുമായി ജില്ലാ കളക്ടർ ഇന്നലെ ചർച്ച നടത്തിയിരുന്നു. പുനരധിവാസത്തിൽ തീരുമാനമായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ദുരന്തബാധിതരുടെ തീരുമാനം. ദാഹിച്ചാൽ വെള്ളം പോലും കുടിക്കാനാകാത്ത ദയനീയ അവസ്ഥയിലാണ് 44-കാരനായ ജമിനി. മകന്റെ അവസ്ഥ കണ്ട് പൊട്ടിക്കരഞ്ഞ് നിസ്സഹായമായി നിൽക്കുകയാണ് വയോധികയായ മാതാവ്. കോതമംഗലം കോട്ടപ്പടിയിലാണ് നിർധരരായ ഈ കുടുംബം ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ സുമനസ്സുകൾക്ക് മുന്നിൽ യാചിക്കുന്നത്. കരൾ രോഗം കാരണം ദിനം പ്രതി കഷ്ടപ്പെടുകയാണ് ജമനി എന്ന 44-കാരൻ. കോട്ടപ്പടി മുന്തൂർ സ്വദേശിയാണ് ഇയാൾ. ആഴ്ചയിൽ വയറ്റിൽ നിന്നും വെള്ളം കുത്തിയെടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ദാഹിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം പോലും തികച്ചു കുടിക്കാൻ പറ്റാത്ത അവസ്ഥ. പെട്ടെന്ന് കരൾ മാറ്റിവെക്കലല്ലാതെ വേറെ ഒരു വഴിയുമില്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബം എന്ത് ചെയ്യണമെന്നറിയാതെ സുമനസ്സുകൾക്ക് മുന്നിൽ കൈനീട്ടുകയാണ്. ഇവനിപ്പോൾ ഈ ലിവർ മാറ്റി വെക്കാതെ ഇനിയും ഇവന് മരുന്നുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്കും കഷ്ടത്തിലാണ് അവൻ്റെ കാര്യം. അപ്പം നല്ലവരായ നാട്ടുകാരും എല്ലാ ആൾക്കാരും കൂടിയിട്ട് ഞങ്ങളെ സഹായിക്കണം. നിസ്സഹായ ഒരമ്മയുടെ മനസ്സിൻ്റെ വേവും ബുദ്ധിമുട്ടും നിങ്ങളാരും അറിയാതെ പോകരുത്. അതെൻ്റെ ഒരു അപേക്ഷയാണ്. തന്റെ ഏക ആശ്രയമായ മകന്റെ ജീവന് വേണ്ടിയുള്ള അമ്മയുടെ യാചനയാണ് ഈ കേട്ടത്. ഭാര്യയും രോഗിയായ അമ്മയും ഒരു മകളും അടങ്ങുന്നതാണ് ജമനിയുടെ കുടുംബം. ഇവരെ സഹായിക്കാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചു. ജമനിക്ക് ഒരു മകളാണുള്ളത്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഒരു പാവപ്പെട്ട അമ്മയും പ്രായമുള്ള രോഗിയുമായ അമ്മയുമാണ് കുടുംബത്തിലുള്ളത്.
അപ്പോൾ അവരെ സഹായിക്കാൻ നമുക്ക് അറിയാം, ചെറിയ തുകയല്ല ആവശ്യം, നല്ല രീതിയിലുള്ള വലിയൊരു തുക ഇതിനു വേണ്ടി ചിലവ് വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളതിനൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് കുറച്ച് അക്കൗണ്ടുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ നല്ലവരായ നാട്ടുകാരുടെയും നല്ല സഹകരണം ഉണ്ടായാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ജെമിനിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുള്ളൂ. MLA ആന്റണി ജോണാണ് ആക്ഷൻ കമ്മിറ്റിയുടെ രക്ഷാധികാരി. സുമനസുകൾ ജെമിനിക്ക് കൈത്താങ്ങായി എത്തുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ന്യൂസ് 18 എറണാകുളം. പട്ടാമ്പിയുടെ സ്വപ്ന പദ്ധതിയായ പുതിയ പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. നിലവിൽ തൂണുകളുടെ നിർമ്മാണമാണ് നടക്കുന്നത്. 53 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പി ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം ഒരുക്കുന്നത്. പട്ടാമ്പിയിൽ നിലവിലുള്ള ക്രോസ്വേക്ക് പകരം ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കണമെന്ന പതിറ്റാണ്ടുകളുടെ ആവശ്യമാണ് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നത്. ബജറ്റിൽ അനുവദിച്ച 52.57 കോടി രൂപ ചെലവഴിച്ചുള്ള നിർമ്മാണമാണ് വേഗത്തിൽ പുരോഗമിക്കുന്നത്. എന്നാൽ മഴ കനത്തതോടെ ഭാരതപ്പുഴയിൽ ജലനിരപ്പുയർന്നു. ഇതോടെ പ്രവർത്തികൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ജലനിരപ്പ് താഴ്ന്നതോടെയാണ് വീണ്ടും സജീവമായത്. പൈലിംഗ് പൂർത്തിയായതോടെ തൂണുകളുടെ നിർമ്മാണമാണ് നിലവിൽ നടക്കുന്നത്. അനുബന്ധ റോഡ് ഉൾപ്പെടെ 750 മീറ്റർ നീളത്തിലും 13.5 മീറ്റർ വീതിയിലുമാണ് പാലം പണിയുന്നത്. പട്ടാമ്പിയെയും തൃത്താലയെയും ബന്ധിപ്പിക്കുന്ന പാലം എന്ന നിലയിൽ മാത്രമല്ല, പട്ടാമ്പി പാലത്തിൻ്റെ പ്രാധാന്യം പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാലം എന്നുള്ളത് കൂടിയാണ്. ഈ നാടിൻ്റെ ഐക്കണായി വിശേഷിപ്പിക്കപ്പെടുന്ന പാലമാണ് പട്ടാമ്പി പാലം. നിലവിലുള്ള പാലം ഇപ്പോഴത്തെ വാഹന സാന്ദ്രതയെ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമല്ല എന്നതുകൊണ്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചത്. ഇതിനായി കിഫ്ബി പദ്ധതിയിൽ നിന്നും 52 കോടി 57 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. ആർച്ച് ജാസ്മിൻ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് പാലം പണിയുടെ ടെൻഡർ ഏറ്റെടുത്തത്. പാലത്തിന് ഇരുവശത്തെയും സ്ഥലമേറ്റെടുക്കൽ നടപടിയും പുരോഗമിക്കുകയാണ്. പട്ടാമ്പി മണ്ഡലത്തെയും തൃത്താല മണ്ഡലത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചാണ് പുതിയ പാലം വരുന്നത്. ന്യൂസ് 18 പാലക്കാട്. കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനവിനെതിരെ ഇന്ന് KSU പഠിപ്പ് മുടക്കും. സർവകലാശാലയുടെ കീഴിൽ വരുന്ന കോളേജുകളിലാണ് സംസ്ഥാന വ്യാപകമായി സമരം. വിദ്യാർത്ഥി വിരുദ്ധതയുടെ ഉറവിടമായി സംസ്ഥാന സർക്കാർ മാറുകയാണെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലൂഷ്യസ് സേവ്യർ കുറ്റപ്പെടുത്തി. കാർഷിക സർവകലാശാലയിലെ ഫീസ് നിരക്ക് കുത്തനെ കൂട്ടിയത് സിൻഡിക്കേറ്റിന് സമാന അധികാരമുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. CPM CPI പ്രതിനിധികളാണ് കമ്മിറ്റിയിലുള്ളതെന്നും KSU ആരോപിക്കുന്നു. നമ്മൾ ഇനി ഒരു സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് പോവുകയാണ്. നെയ്യാറ്റിൻകര കിളിയൂരിൽ താമസിക്കുന്ന അർണവേന്ദ്ര മോഹന് ഇന്ന് 3ാം ജന്മദിനം. ന്യൂസ് 18 പ്രതിനിധി അരുൺ മോഹന്റെയും അശ്വതി ചന്ദ്രന്റെയും മകനാണ്. അച്ഛനും അമ്മയും സഹോദരൻ ആഗ്നേന്ദ്ര മോഹനുമാണ് ആശംസ അറിയിക്കുന്നത്. അർണവേന്ദ്ര, ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ചിറയൻകീഴ് സ്വദേശിനി പ്രിൻസിക്ക് ആശംസകൾ അറിയിക്കുന്നത് ഭർത്താവ് അരവിന്ദും മകൾ നക്ഷത്രയും ചേർന്നാണ്. ഹാപ്പി ബർത്ത്ഡേ പ്രിൻസി. ആനാവൂർ സ്വദേശിനി അനഘ സൂരജിന്റെ ജന്മദിനമാണ് എന്ന് അമ്മ ചിത്രയാണ് ആശംസ സ്പെഷ്യലായി നേടുന്നത്. അങ്ങനെ അമ്മ ചിത്രയുടെ സ്പെഷ്യൽ ആശംസ അനഘയ്ക്ക് ന്യൂസ് 18 നൽകുകയാണ്. ന്യൂസ് 18 ഭാഗത്ത് നിന്നും ഹാപ്പി ബർത്ത്ഡേ. തൃശൂർ ജില്ലയിലെ ചേറ്റുപുഴ സ്വദേശികളായ അനിലിനും നിഷയ്ക്കും ഇന്ന് വിവാഹ വാർഷികവും കൂടിയാണ്. ആശംസകൾ നേരുന്നത് മകൾ അനഘയും മകൻ നവനീത് കൃഷ്ണയും ചേർന്നാണ്. അങ്ങനെ 2 മക്കളും അച്ഛനമ്മമാർക്ക് വിവാഹ ആശംസ നേരുകയാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അരിക്കുന്നത്ത് സ്വദേശിയായ ശശാങ്കിന്റെ ജന്മദിനമാണെന്ന് ആശംസ അറിയിക്കുന്നത് ഗുജറാത്തിൽ നിന്ന് അച്ഛൻ, അമ്മ, സച്ചു എന്നിവരാണ്. ഒപ്പം നാട്ടിൽ നിന്ന് വല്യമ്മയും ആശംസകൾ അറിയിക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടം ആളുകളാണ് ശശാങ്കിന് ആശംസകൾ അറിയിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ ശശാങ്ക്. ഇപ്പോൾ നമ്മൾ നിരവധി വാർത്തകൾ ഇങ്ങനെ ചർച്ച ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് കായിക ലോകത്ത് തന്നെയാണ്. ഇന്ത്യൻ വനിതകൾ ഫൈനലിലേക്ക് കടക്കുകയാണ്. ഞായറാഴ്ച ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത്. ഓസ്ട്രേലിയയ്ക്കൊത്തുള്ള വലിയ കടുകട്ടി മത്സരമൊന്നും ആയിരിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ പോലും ദക്ഷിണാഫ്രിക്ക ഒരു സ്ട്രോങ് സൈഡാണ്. ഇംഗ്ലണ്ടിനെതിരെ 125 റൺസിനൊക്കെ ജയിച്ചുകൊണ്ട് ഒരു വലിയ മാർച്ചാണ് അവർ ഫൈനലിലേക്ക് നടത്തുന്നത്. ഇന്ത്യ ആണെങ്കിൽ കോൺഫിഡൻസിൻ്റെ അങ്ങേയറ്റത്തിൽ നിൽക്കുകയാണ്. അമ്മാതിരി കോൺഫിഡൻസിലാണ് ഇന്ത്യൻ വനിതകൾ നിൽക്കുന്നത്. അത് ഞായറാഴ്ച ഉണ്ടാകുമെന്ന് വലിയ പ്രതീക്ഷ തന്നെ നമുക്ക്
എന്ന് നോക്കുകയും ചെയ്യാം. നമ്മൾ അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ തുടർച്ചയായ ഈ ഒരു ആക്രമണങ്ങൾ ഇതെങ്ങോട്ടാണ് പോകുന്നത്, സമാധാന കരാറൊക്കെ വെറും പേപ്പർ കടലാസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കരാറായി മാറുകയാണോ എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള നിരവധി വാർത്തകളും കൂടി വരാനൊരു സാഹചര്യം കൂടി ഉണ്ട് താനും. അങ്ങനെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ കഴിഞ്ഞ 1 മണിക്കൂർ ചർച്ച ചെയ്തത്. വരും മണിക്കൂറുകളിലും ബുള്ളറ്റിൻ തുടരും. കൂടുതൽ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ട് ന്യൂസ് 18-നൊപ്പം തുടരുക. ഇനി നമ്മൾ പോകുന്നത് പോലീസ് പെട്രോളിലേക്കാണ്. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.